ക്ലാസ്സിലുള്ള ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അവസാനം നിർത്തിയത് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷനിലായിരുന്നു അല്ലേ? ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ മെത്തേഡ്സിലാണ് നമ്മളുള്ളത്. അതില് ഇന്റർവ്യൂ നമ്മൾ പറഞ്ഞു, ഫോക്കസ് ഗ്രൂപ്പ് പറഞ്ഞു. ഇനി അതിന്റെ തുടർച്ചയിലേക്ക് നമ്മൾ പോവാണ്. അടുത്തതാണ് ethnography or ethnographical research. Ethnography, ETHNOGRAPHY, ethnography. രണ്ട് വാക്കുകൾ കൂടി ചേർന്നാണ് അതുണ്ടായത്. ethno means people, ആളുകൾ. Graphy means writing, that means writing about people. മനുഷ്യരെ കുറിച്ച് എഴുതാൻ, മനുഷ്യരെ കുറിച്ച് അറിയാൻ, അവരുടെ വിശ്വാസങ്ങളെ, സംസ്കാരങ്ങളെ, ജീവിത ശൈലികളെ ഒക്കെ ഗവേഷണം ചെയ്യാനും അത് ലോകത്തോട് പറയാനും വേണ്ടി നടത്തുന്ന ഗവേഷണങ്ങളാണ് എത്നോഗ്രഫിക്കൽ റിസർച്ച് എന്ന് പറയാം. ഇതെങ്ങനെയാ നടത്തുക? ഈ റിസർച്ച് നടത്തുന്നത് ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് സബ്ജക്ട്സ്, നേരിട്ട് അറിഞ്ഞ് അനുഭവിക്കുകയാണ് നമ്മൾ. ആരെയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ നേരിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ഡയറക്റ്റ് ഒബ്സർവേഷൻ ഓഫ് സബ്ജക്ട് അണ്ടർ സ്റ്റഡി ഇൻ നേച്ചറൽ കോണ്ടെക്സ്റ്റ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ആളുടെ ജീവിതചര്യയെ അല്ലെങ്കിൽ അവന്റെ വ്യവസ്ഥയെ ഒന്നും നമ്മൾ കൈവെക്കാതെ, നമ്മൾ തൊടാതെ അവനെ നമ്മൾ അനുഭവിക്കുകയാണ് ഈ റിസർച്ചിലൂടെ നടക്കുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെ? ആരെയാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമൂഹത്തിലേക്ക് നമ്മൾ പോവാണ്. എന്നിട്ട് അവരെ നമ്മൾ അവരിൽ ഒരാളായി നിന്ന് നമ്മൾ പഠിക്കുന്നു. അങ്ങനെ ഈ സ്റ്റൈൽ ഓഫ് റിസർച്ച്, എത്നോഗ്രാഫിക് സ്റ്റൈൽ ഓഫ് റിസർച്ച് നമ്മൾ ചെയ്യാനുണ്ടായ കാരണം എന്ന് പറയുന്നത് the behavior of the participants. നമ്മുടെ റിസർച്ചിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാർട്ടിസിപ്പൻസിന്റെ എല്ലാ ബിഹേവിയറും വിൽ ബി ഓതന്റിക്. അതിന് ആധികാരികത കൂടുതലായിരിക്കും. ഇൻ നേച്ചറൽ സെറ്റിംഗ് അല്ലേ? ഒരു നല്ല നേച്ചറൽ സെറ്റിംഗിൽ അവൻ കാണിക്കുന്ന, പ്രകടിപ്പിക്കുന്ന എല്ലാ സ്വഭാവങ്ങൾക്കും ആധികാരികത കൂടുതലായിരിക്കും. അത് സത്യമായിരിക്കും അല്ലെ? ഒരു തുറന്ന പ്രകൃതിയിൽ ഒരാൾ കാണിക്കുന്ന എല്ലാ അനക്കവും അടക്കവും അത് യഥാർത്ഥത്തിൽ അവന്റെ സത്തയാണ്, അവന്റെ അല്ലെ എസെൻസ് ആണ്. എസെൻസ് ഓഫ് ക്യാരക്ടർ ഓർ ബിഹേവിയർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ അല്ലെ, രണ്ടാമത്തെ പോയിന്റ് അതാണ്. അപ്പൊ ഒന്ന് ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്, കണ്ണുകൊണ്ട് കാണുകയാണ്, അനുഭവിച്ചറിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ കാണിക്കുന്നതെല്ലാം ഓതന്റിക് ആയിരിക്കും. കാരണം ഒരു നേച്ചുറലായ സെറ്റിംഗിലാണ് ഇത് നടക്കുന്നത്. എന്നാൽ ഈ റിസർച്ച് നടക്കണമെങ്കിൽ ഒരു പ്രശ്നമുള്ളത്, certain level of intimacy with the cultural group under study is essential. നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ വിഭാഗം ജനങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള ഇന്റിമസി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാതെ നമുക്ക് പഠിക്കുക സാധിക്കില്ല അല്ലേ? ഇന്റിമസി പ്രകടിപ്പിക്കാതെ, ഉണ്ടാക്കാതെ നമുക്ക് എത്നോഗ്രാഫിക് റിസർച്ച് സാധിക്കില്ല. ദാറ്റ് മീൻസ് no ethnographical research may happen. ethnographical research നടക്കുകയില്ല. എങ്ങനെ? without a significant relationship is established.
ഒരു നല്ല ബന്ധം സ്ഥാപിക്കപ്പെടാതെ ഒരിക്കലും ഇത് നടക്കുകയില്ല, അല്ലേ? ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് ട്രൈബൽ ഏരിയയിലെ ഒരു വീടിന്റെ കൾച്ചർ അറിയാൻ വേണ്ടി നമ്മൾ പാന്റും ഷർട്ടും ഇട്ട് പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? അവർക്ക് ഈ വസ്ത്രധാരണ രീതിയൊക്കെ ഒരു സ്ട്രേഞ്ച് ആയിട്ട് കാണുകയും അവർക്കത് ആൻഷ്യസ് ആക്കും, പ്രയാസമുള്ളതാക്കും. അപ്പൊ അവരെന്ത് ചോദ്യം ചോദിച്ചാലും അവർ വാതിലിന്റെ പിറകെ നിന്ന് എന്തെങ്കിലും പറയുകയല്ലാതെ നമ്മൾക്കിടയിലേക്ക് അവർ ഇറങ്ങി വരികയേയില്ല. അത് വരാത്തതിന്റെ കാരണം ഇന്റിമസിയുടെ കുറവാണ്. ആ ഇന്റിമസി സ്ഥാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ റിസർച്ച് ചെയ്യാൻ പോയാണെങ്കിൽ അവരുടെ കൾച്ചറൽ കോസ്റ്റ്യൂം, അവരുപയോഗിക്കുന്ന വസ്ത്രധാരണ രീതി, ഭക്ഷണ രീതി, ഉറങ്ങുന്ന രീതി, ഇതെല്ലാം ഞാൻ ആദ്യം എന്നിൽ കോപ്പിയടിച്ച് അവരിൽ ഒരാളായതിനു ശേഷം മാത്രമേ റിസർച്ച് നടക്കുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് മുമ്പിൽ അവർ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുകയുള്ളൂ എന്നതാണ്. ഇനി ഇതിന്റെ ഈ എത്നോഗ്രാഫിക് റിസർച്ചിന്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഇത് സാധിക്കുകയില്ല, വളരെ എളുപ്പത്തിൽ സാധിക്കുകയില്ല. പിന്നെ എന്തോ വേണം? ഇറ്റ് റിക്വയർസ് ലോങ് ടേം ഇന്ററാക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലിവിംഗ് എൻവയറൺമെന്റ്. ജീവനുള്ള ആ ഒരു കാലാവസ്ഥയിൽ കുറെ കാലത്തെ ഇന്ററാക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ വേണം. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് സ്റ്റുഡൻസ് വരുമ്പോൾ അവർക്കിഷ്ടം ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിലെ റിസർച്ചാണ് അവർക്കിഷ്ടം. 2-3 മാസത്തേക്ക് അവരെ കാണാറില്ല. അവർ ഈ ആദിവാസി മേഖലകളിലേക്ക് കടന്നു ചെന്ന് അവരിൽ ഒരാളായി ജീവിക്കുകയാണ്. ഒരു ഇന്റർപ്രറ്ററുടെ അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഒരാളുടെ ഈ സംഭാഷണമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ സഹായത്തോടെ അവരിൽ ഒരാളായി കഴിയും. എന്നെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് റിക്വയർസ് ലോങ് ടേം ഇന്ററാക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ ലിവിംഗ് എൻവയറൺമെന്റ്. ഇനി ആ റിസർച്ചിന്റെ, എത്നോഗ്രാഫിക് റിസർച്ചിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്, ഓർത്തിരിക്കേണ്ട ഒരു പ്രത്യേകതയാണ്, ഏത് റിസർച്ചിലാണ് റിസർച്ചേഴ്സ് യൂസ് themselves as instruments, അവർ സ്വയം തന്നെ ഇതിന്റെ ഇൻസ്ട്രുമെന്റ് ആവുന്നത് ഏത് റിസർച്ചിലാണ് എന്ന് ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം എത്നോഗ്രാഫിക് റിസർച്ചിലാണ്. ഇൻ എത്നോഗ്രാഫിക് റിസർച്ച് researchers use themselves as instruments. റിസർച്ചിന്റെ പേര് ഒന്നുകൂടി പറയാവോ സർ? സ്പെല്ലിംഗ്? എത്നോഗ്രാഫി, ETHNOGRAPHY, എത്നോഗ്രാഫി. എത്നോഗ്രാഫി. ഓക്കെ സർ, താങ്ക് യു. അതെ അതെ, എത്നോഗ്രാഫിക് റിസർച്ചിൽ ഓർത്തിരിക്കേണ്ട ഒരു സാധനമാണ്. ഏതിലാണ് റിസർച്ചേഴ്സ് തന്നെ അതിലെ ഇൻസ്ട്രുമെന്റ് ആയി മാറുന്ന റിസർച്ച് ഏതെന്ന് വെച്ചാൽ അത് എത്നോഗ്രാഫിക് റിസർച്ച് ആണ്. അപ്പൊ അതും കഴിഞ്ഞു. വളരെ സിമ്പിൾ ആണ് ഇതെല്ലാം. ധാരണ ഉണ്ടായാൽ മാത്രം. റിസർച്ചർ themselves becomes a റിസർച്ച് ടൂൾ ആണ്. റിസർച്ച് എന്നാണ് ഇൻസ്ട്രുമെന്റ് ആവും. ഡാറ്റ കളക്ഷന്റെ ഒരു ടൂൾ അയാളാവുകയാണ്. അയാളിലൂടെയാണ് അത് എടുക്കുന്നത്. കാര്യം അയാളും അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണല്ലോ, ആയി മാറും. ഇനി അടുത്ത ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ വേറൊരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒബ്സർവേഷണൽ റിസർച്ച്. ഇത് വേറൊരു ടെക്നിക്കാണ്. ഒബ്സർവേഷൻ ഓർ ഒബ്സർവേഷണൽ സ്റ്റഡി, ഒബ്സർവേഷണൽ റിസർച്ച് എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? ഏതിലാണ് ഈ മെത്തേഡ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് അറിയാം? It's in social psychology. Observation method or
observational research is the method used extensively in social psychology, or it's a social psychological research method. എന്തിനായിരിക്കും ഈ സോഷ്യൽ സൈക്കോളജിയിൽ ഒബ്സർവേഷൻ മെത്തേഡ് എടുക്കാനുണ്ടായ കാരണം? അതിന്റെ കാരണം ഒരു മനുഷ്യന്റെ ഉള്ളറിയണമെങ്കിൽ ഉള്ളറിയണം. ആ ഉള്ളറിയണമെങ്കിൽ നമ്മൾ അവനെ ഒബ്സർവ് ചെയ്യാണ് വേണ്ടത്. എന്താണ് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക? യെസ് അമ്പലി, യെസ്. To study the human behavior, right? That is, നമ്മൾ ഈ ഒബ്സർവേഷനിലൂടെ ചെയ്യുന്നത് recording the behavior patterns of people, object and occurrences. സംഭവങ്ങളുടെ, ഒബ്ജക്റ്റുകളുടെ, ആളുകളുടെ ഒക്കെ ഇതിന്റെയൊക്കെ ഈ ബിഹേവിയറൽ പാറ്റേൺസ് എങ്ങനെയാണ് അത് നമ്മൾ പഠിക്കുന്നത് വിത്തൗട്ട് ക്വസ്റ്റ്യനിങ്, അവനോട് ഒന്നും ചോദിച്ചറിയാതെ, ഓർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത്, ഇങ്ങനെ ഒരു സാധനത്തിനാണ് ഞാൻ വന്നത് എന്നറിയാതെ, അഥവാ ഇതിന്റെ പാർട്ടിസിപ്പൻസ് അറിയാതെ ഇതെല്ലാം പഠിച്ചെടുക്കണമെങ്കിൽ ഒബ്സർവേഷൻ അല്ലാതെ വേറെ വഴിയില്ല. In order to record the behavioral patterns of the people without questioning or communicating, observation method is feasible. അതേ നടക്കുള്ളൂ, അപ്പോഴേ അത് വെളിപ്പെടുകയുള്ളൂ. ഒബ്സർവേഷൻ മെത്തേഡിലേക്ക് എന്തിനാണ് പോണത്? അത് വലിയ പാടാണ്. മനുഷ്യനെ നോക്കി നോക്കി നിന്ന് അവന്റെ എല്ലാം ഇങ്ങനെ നോക്കി നിന്നിട്ട് അവന്റെ എല്ലാ മൂവ്മെന്റ്സും, ബോഡി ലാംഗ്വേജ്, അവന്റെ വർത്തമാനം, അവന്റെ ആക്ഷൻസ് എല്ലാം നമ്മൾ നോക്കി നിന്നിട്ട് എന്തിനാ നോക്കി നിൽക്കുന്നത്? കാരണം ഇതിനു വേണ്ടിയിട്ടാണ്. To gather sensitive information, ഒരിക്കലും പുറത്തു വരാത്ത ഇൻഫോർമേഷനെ. മനുഷ്യന്റെ അവസ്ഥ അറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന സാധനം, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് മറ്റുള്ളവർ അറിയാണ്ടിരിക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിജിലന്റ് ആയിരിക്കുന്നത്. മറ്റുള്ളവരെ നമ്മൾ കൺസീൽ ചെയ്യാൻ, ഞാൻ യഥാർത്ഥത്തിൽ ആരാണ് മറക്കാനാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. അത് ശ്രദ്ധിക്കും വേണം. കാരണം ഞാൻ ആരാണെന്ന് അറിഞ്ഞാൽ എന്റെ ഭാര്യ 1 മണിക്കൂർ നേരം പോലും എന്റെ കൂടെ നിൽക്കില്ലല്ലോ. എന്റെ ഭാര്യ ആരാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ അവളുടെ കൂടെയും ജീവിക്കില്ല. എന്റെ മക്കൾ ആരാണെന്ന് ഞാൻ അറിഞ്ഞാല് എന്റെ മക്കളെ ഞാൻ നോക്കില്ല. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില സെൻസിറ്റീവായ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യണം. പക്ഷേ എനിക്ക് വേണ്ട ഈ സാധനം ആ സാധനത്തെ the researcher does not trust the participants will be honest with their self-reporting. എനിക്കറിയേണ്ട സാധനത്തെ ഞാൻ പാർട്ടിസിപ്പന്റിന്റെ മുന്നിൽ പോയി ചോദിച്ചാൽ ഒരിക്കലും അവൻ പറയുകയില്ല എന്ന് റിസർച്ചർ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ അതെടുക്കാൻ ഇത് മാത്രമേ മാർഗമുള്ളൂ. ഒബ്സർവേഷനിലൂടെ ആ ബിഹേവിയറൽ പാറ്റേൺസിനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അതേ നമുക്ക് പറ്റുള്ളൂ. ഇനി ഒബ്സർവേഷനെ നമ്മൾ 3 ടൈപ്പിലാണ് ഇത് നടക്കുക. 3 types of observational research. ഒന്ന്, കൺട്രോൾഡ് ഓർ സ്ട്രക്ചേർഡ്. കൺട്രോൾഡ് ഓർ സ്ട്രക്ചേർഡ് എന്ന ഒബ്സർവേഷനിലെ ഒന്നാമത്തെ വിഭാഗമാണ് കൺട്രോൾഡ് ഓർ സ്ട്രക്ചേർഡ്. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരു കൺട്രോൾ ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ഇതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ സൈക്കോളജിക്കൽ ലബോറട്ടറി. അത് നടക്കുന്നത് സൈക്കോളജിക്കൽ ലബോറട്ടറിയിലാണ്. ഇറ്റ്സ് എ കൺട്രോൾഡ്, അവിടെ നടക്കുക, നേച്ചറൽ സെറ്റിംഗിലല്ല. എങ്ങനെ നടക്കുന്നു? വിത്ത് എ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ. അതിന് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ചില പ്രൊസീജിയറുകൾ ഉണ്ടാവും. ആൻഡ് ഷെഡ്യൂൾ, ഒരു ഷെഡ്യൂൾ ഉണ്ടാകും.
അല്ലെ? ഒരു ക്രമം ഉണ്ടാവും. അപ്പോ എന്താണ് സ്ട്രക്ചറൽ കൺട്രോൾഡ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് ഇൻ എ സൈക്കോളജിക്കൽ ലബോറട്ടറി വിത്ത് എ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ ആൻഡ് ഷെഡ്യൂൾ. ഇതാണ് കൺട്രോൾഡ് ഓർ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. സിമ്പിൾ ആണ്. സൈക്കോളജിക്കൽ ലാബ് ഉണ്ടാവും, അതിനകത്ത് വെച്ചിട്ടാണ് മനുഷ്യരെ പഠിക്കുന്നത്. ആ പ്രൊസീജിയറും ഷെഡ്യൂളും അനുസരിച്ച് അത് നടന്നോളും. ഇതിനെ ആളുകൾ എടുക്കാനുണ്ടായ കാരണം എളുപ്പത്തിൽ ഇതാണ് എല്ലാവർക്കും ഇഷ്ടം. ഒന്നുകൂടെ എളുപ്പമാണ് ഒബ്സർവേഷനില്, ഇത് എളുപ്പമാണ്. അതിന്റെ കാരണം ഇറ്റ് ഈസ് ഈസി ടു കണ്ടാക്ട്. എളുപ്പമാണത് നടത്താൻ, കാരണം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് അങ്ങ് പോയി ചെയ്താൽ മതി. നമ്പർ 2, ഈസിലി റിപ്ലിക്കേറ്റഡ്. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടായാൽ വീണ്ടും അത് ആവർത്തിക്കാൻ പറ്റും. ഇന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ നാളെ അത് വീണ്ടും ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യാം. മൂന്നാമത്തത് ക്വിക്ക് ടു അനലൈസ് ദ റിസൾട്ട്. ഈ എക്സ്പെരിമെന്റ് കഴിഞ്ഞതിന് ശേഷം വളരെ ഉടനെ തന്നെ നമുക്കതിന്റെ റിസൾട്ട് അനലൈസ് ചെയ്ത് നമ്മുടെ പണി തീർക്കാം, അല്ലെ? ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തേതും മൂന്നാമത്തേതും ഒരിക്കൽ കൂടെ പറയാമോ? ഇത് എന്തുകൊണ്ടാണ് ആളുകൾ എടുക്കുന്നത്, അഥവാ അതിന്റെ സ്ട്രെങ്ത് എന്താണ്? ആ സ്ട്രെങ്ത്തിൽ ഒന്നാണ് ഈസി ടു കണ്ടാക്ട്, എളുപ്പമാണ് നടത്താൻ. ഈസിലി റിപ്ലിക്കേറ്റഡ്, വളരെ എളുപ്പത്തിൽ അതിനെ രണ്ടാമതൊരിക്കൽ കൂടെ നമുക്ക് ആവർത്തിക്കാം. നമുക്ക് സംതൃപ്തി കുറയുമ്പോ, അല്ലെങ്കിൽ ചെയ്തത് പോരാന്ന് തോന്നുമ്പോ, ശരിയായില്ല എന്നൊക്കെ തോന്നുമ്പോ വളരെ പെട്ടെന്ന് ഈസി ടു റിപ്ലിക്കേറ്റ്. യെസ്. മൂന്നാമത്തതാണ് ക്വിക്ക് ടു അനലൈസ് ദ റിസൾട്ട്. അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. നമുക്ക് അങ്ങനെയാണ്, ഒരു ടെസ്റ്റ് നടത്തിയാല് പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടണം, നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഇത് ഒരുപാട് റിസർച്ചേഴ്സ് എളുപ്പത്തിൽ ഒബ്സർവേഷൻ നിർബന്ധമാണെങ്കിൽ ഈ ഇനമാണ് തിരഞ്ഞെടുക്കാറുള്ളത്. ഇതിന്റെ ഒരു ലിമിറ്റേഷൻ അതാണ്. സെക്കൻഡ് പോയിന്റ് ഒന്ന് പറയാമോ? ആദ്യത്തത് കൺട്രോൾഡ് ഓർ സ്ട്രക്ചേർഡ് അല്ലേ? അതെ അതെ സർ, സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? സെക്കൻഡ് നമ്മൾ ഈസി ടു റിപ്ലിക്കേറ്റ്, ശിവകാമിക്ക് എഴുതിയായിരുന്നു. ഈസി ടു റിപ്ലിക്കേറ്റ് ഓർ റീപ്രൊഡ്യൂസ്, റിപ്പീറ്റ് എന്നാണ്. ഇനി ഇതിന്റെ ലിമിറ്റേഷൻ ആണ് പറയുന്നത്. ചോദ്യം വരാൻ സാധ്യതയുള്ള, മുന്നേ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിന്റെ പിന്നെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഹാപ്ടോൺ എഫക്ട്. സ്പെല്ലിംഗ് ഞാൻ പറയാം. HAWTHONE. ഹാപ്ടോൺ എഫക്ട്. ഹാപ്ടോൺ ഇഫക്ട്. ഇതാണ് ഇതിന്റെ ലിമിറ്റേഷൻ. ഒന്നുകൂടെ പറയാം സാർ സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് പറയാം. HAWTHORNE. ഹാപ്ടോൺ ഇഫക്ട്. കൺട്രോൾഡ് ഒബ്സർവേഷന്റെ ലിമിറ്റേഷൻ ആണ് ഈ സാധനം. യെസ് കൃഷ്ണ, ശരിയാണത്. എന്താണത്? അതെ, എന്താണ് ആ ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ഹാപ്ടോൺ ഇഫക്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിയേണ്ടത്, when the participants know that they are being watched, they may act differently. എന്ന് പരിശോധിക്കാനാണ് ഇത് നടത്തുന്നത് എന്ന് പാർട്ടിസിപ്പൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ ബോധപൂർവം അവൻ വ്യത്യസ്തമായി പെരുമാറും. യഥാർത്ഥ സ്വഭാവം വരൂല, ഡെലിബറേറ്റ് ബിഹേവിയർ വരും, നേച്ചറൽ ബിഹേവിയർ വരികയില്ല, അല്ലേ? അത് നമ്മള് കേൾക്കുമ്പോഴേ അതങ്ങ് മനസ്സിൽ ഇപ്പോഴേ പഠിപ്പിക്കണം. When the participants know that they are being watched, it is possible to act differently. നമ്മളൊക്കെ എങ്ങനെയല്ലേ, എന്നെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ സ്വഭാവം കാണിക്കൂല, നമ്മൾ അടങ്ങി ഒതുങ്ങിയിരിക്കൂല. ഇതാണ് ഈ
കൺട്രോൾഡ് ഓർ സ്ട്രക്ചർഡ് ഒബ്സർവേഷന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഒബ്സർവേഷനിലെ രണ്ടാമത്തെ ഭാഗമാണ് നേച്ചറലിസ്റ്റിക് ഒബ്സർവേഷൻ. നേച്ചറലിസ്റ്റിക് ഒബ്സർവേഷൻ അല്ലേ? നേച്ചറലിസ്റ്റിക് ഒബ്സർവേഷൻ. From the name itself, it says what it is. എന്താണ് അതെന്ന് അതിന്റെ പേര് തന്നെ പറയുന്നുണ്ട് നമ്മളടുത്ത്. എന്താ? Observing the behavior of the people. നമ്മളെ മനുഷ്യരുടെ സ്വഭാവം നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് in the environment, ഒരു കാലാവസ്ഥയിലാണ്, ഒരു അവസ്ഥയിലാണ് അല്ലേ? In which it typically occurs. അതെവിടെയാണോ അത് അതിന്റെ പ്രകൃതിയിൽ നടക്കുന്നത് അവിടെ പോയി ഒബ്സർവ് ചെയ്യുക എന്നതാണ്. നേച്ചുറൽ ആയിട്ട് അത് എവിടെയാണ് നടക്കുന്നത് അവിടെ പോവാം അല്ലെ? നേച്ചറലിസ്റ്റിക് ഒബ്സർവേഷൻ അഥവാ സംശയം ഉണ്ടാ? നേച്ചറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ അതിനെല്ലാം ഡെഫിനിഷൻ അല്ലെങ്കിൽ അത് എന്താണെന്ന് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒബ്സർവിംഗ് ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ in the environment in which it typically occurs, happens. അതെവിടെയാണോ നടക്കുന്നത് അവിടെ പോയി അല്ലെ, അവിടെ നിന്നിട്ട് നേച്ചുറലായി അത് പഠിക്കുക, ഒരു ലബോറട്ടറിയിലല്ല എന്നതാണ് നേച്ചറലിസ്റ്റിക് ഒബ്സർവേഷൻ. മൂന്നാമത്തത് ഒബ്സർവേഷനിലെ മൂന്നാമത്തതാണ്. സർ ഒന്ന് കറക്റ്റ് ഡെഫിനിഷൻ ഒന്ന് പതിയെ ഒന്ന് പറഞ്ഞുതരാമോ? എഴുതാൻ observing the behavior of the people. Observing the behavior of the people in the environment in which it typically occurs or happens. അവ കിട്ടി. അപ്പൊ നമ്മൾ നേരത്തെ കൺട്രോൾഡ് ഓർ സ്ട്രക്ചേർഡ് ഒബ്സർവേഷന്റെ അല്ലെ ഒരു ലിമിറ്റേഷൻ പറയുന്നത് ഹാത്തോൺ എഫക്റ്റ് ആണ്. അഥവാ ഞാൻ പരീക്ഷിക്കപ്പെടുന്നു, എന്നെ ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതിയാണ്, അവൻ യഥാർത്ഥ തനി നിറം പുറത്ത് കാണിക്കില്ല, അവൻ ഡെലിബറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെക്കറേറ്റഡ് ബിഹേവിയർ അവൻ കാണിക്കും എന്നത്. എന്നാൽ നേച്ചറലിസ്റ്റിക് ഒബ്സർവേഷനിൽ എവിടെയാണോ ഇവന്റെ സ്വഭാവം പ്രകടമാകുന്നത് ആ സ്ഥലത്ത് പോയി മനുഷ്യരെ പഠിക്കുക എന്ന ആ മെത്തേഡിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് റിലയബിൾ. അത് നമുക്ക് ശരിക്കും റിലയബിൾ ആവില്ല, കുറച്ച് അതിന് റിലയബിലിറ്റി ഉള്ളൂ അല്ലെ? എന്താ കാരണം അറിയാമോ? കാരണം the study cannot repeat exactly the same way. നേച്ചുറൽ ആയ ഒരു സ്ഥലത്ത് സംഭവിച്ച സാധനത്തെ ഒരിക്കൽ കൂടെ ഇതൊന്ന് നടത്തി നോക്കണം എന്ന് വിചാരിച്ചാൽ റിസർച്ചർക്ക് ഇത് നടക്കില്ല. കാരണം ആ സമയത്ത് ആ സാധനം അങ്ങനെ നടന്നതാണ്, സ്വാഭാവികതയിൽ നടന്നതാണ്. ഇനി ഒരിക്കൽ കൂടെ ആ ഒരു എൻവയറമെന്റ് ഉണ്ടാക്കാൻ ഒരിക്കലും റിസർച്ചർക്ക് കഴിയില്ല. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. സിമ്പിൾ ആണ്, ഒന്നുമില്ല. നേച്ചറലിസ്റ്റിക് ഒബ്സർവേഷന്റെ ഒരു ചാബല്യം, ഒരു കുറവ് എന്ന് പറയുന്നത് ഇതിന് റിലയബിലിറ്റി കുറവാണ്, വിശ്വാസ്യത കുറവാണ്. എന്താ കാരണം? The study cannot repeat exactly the same way. നമ്മൾ ലാബിൽ ചെയ്യുകയാണെങ്കിൽ അതേപടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇത് ഒരിക്കൽ സംഭവിച്ച ആ സാധനം ആ സമയത്തും ആ സ്ഥലത്തും സംഭവിച്ചത് രണ്ടാമതൊരിക്കൽ കൂടെ ഉണ്ടാക്കാൻ കഴിയില്ല എന്നതാണ്. മൂന്നാമത്തെ ഒബ്സർവേഷന്റെ മൂന്നാമത്തെ ഭാഗം
പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അല്ലേ? ഇതെന്താ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ? ഇവിടെ റിസർച്ചർ ഒളിഞ്ഞല്ല ഇരിക്കുന്നത്. അയാളും ഈ പഠിക്കാൻ പോയ കൂട്ടത്തിലെ ഒരാളായി മാറി എന്നിട്ട് അയാൾ പഠിക്കുക. സിമ്പിൾ ആണത്. ദ റിസർച്ചർ ബിക്കംസ്, അയാൾ സ്വയം ആകും. എങ്ങനെയാകും? ആക്റ്റീവ് പാർട്ടിസിപ്പൻസ്. ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് ആകും ഇൻ ദ ഗ്രൂപ്പ് ഓർ ഇൻ ദ സിറ്റുവേഷൻ. ആ അവസ്ഥയിലും ആ ഗ്രൂപ്പിലും അവരാകും. ഹി ഈസ് സ്റ്റഡിയിങ്, അവൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കൂട്ടത്തിലെ ഒരാളായി മാറി ചുറ്റുഭാഗവും വീക്ഷിക്കുക എന്നതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ആ മറക്കരുത്, ഒബ്സർവേഷൻ 3 ടൈപ്പാണുള്ളത്: കൺട്രോൾഡ്, നേച്ചറലിസ്റ്റിക് ആൻഡ് പാർട്ടിസിപ്പന്റ്. അപ്പൊ അത് കഴിഞ്ഞു അല്ലേ? നമ്മളിപ്പോ എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? സർ തേർഡ് വൺ ഒന്നും കൂടി പറയാവോ? പറയാം. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അല്ലേ? അതല്ലേ പറഞ്ഞത്? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോ ഈ റിസർച്ചർ പിറകെ നിന്ന് ഒളിഞ്ഞിരുന്ന് കർട്ടന്റെ പുറത്തിരുന്ന് നോക്കി കാണുകയല്ല. ഈ ആളുകൾക്ക് ഇടയിലേക്ക് വന്നിട്ട് അയാളും ഒരു പാർട്ടിസിപ്പന്റ് ആയി ചുറ്റുഭാഗത്തെ പഠിക്കുക. That means the researcher is the active participant in the group or in the situation he is researching. അയാൾ ആരെയും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ ആ കൂട്ടത്തിലെ ഒരാളായി അയാൾ മാറി ചുറ്റുഭാഗവും വെച്ചിരിക്കുന്നു. ഇതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇനി നമ്മൾ പഠിച്ചു വരുന്നത് അതെ, എത്നോഗ്രഫിയും ഇതും തമ്മിൽ കറക്റ്റ് ബന്ധമുണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇതിന്റെ എയിമിലും പർപ്പസിലും മാത്രമേ വ്യത്യാസമുള്ളൂ. യെസ്. ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡിൽ അവസാനത്തതാണ് കണ്ടന്റ് ഓർ തീമാറ്റിക് അനാലിസിസ്. കണ്ടന്റ് ഓർ thematic analysis. Content or thematic analysis. നമുക്കറിയാം, മനുഷ്യന്മാരെ മാത്രമല്ല നമ്മൾ റിസർച്ച് ചെയ്യുക, വേറെയും ഒരുപാട് തരത്തിൽ ഒരുപാട് നിലയിൽ ലെവലിൽ നമ്മൾ റിസർച്ച് ചെയ്യും. അപ്പൊ റിസർച്ച് ചെയ്യുമ്പോൾ ചില പുസ്തകങ്ങളിലൂടെ നമുക്ക് പോകേണ്ടി വരും. കണ്ടന്റുകളിലൂടെ പോകേണ്ടി, തീമുകളിലൂടെ പോകേണ്ടി വരും. ഇങ്ങനെ പുസ്തകങ്ങളും ഗവേഷണങ്ങളും ഒക്കെ അനാലിസിസ് ചെയ്യുന്ന ഒരു രീതിയാണിത്. ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ചിലെല്ലാം അതേപോലെ എഡ്യൂക്കേഷണൽ റിസർച്ചിലെല്ലാം ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കണ്ടന്റ് ഓർ തീമാറ്റിക് അനാലിസിസ്. നമ്മൾ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ഇനിയോ മിക്സഡ് മെത്തേഡ് എന്നതും ഉണ്ട്. മിക്സഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള മെത്തേഡിനെ നമ്മൾ മാർജ് ചെയ്യും, രണ്ടും കൂടെ ചേർത്തെടുക്കും. ഇങ്ങനെ മിക്സഡ് മെത്തേഡ് ഉപയോഗിക്കുന്ന മിക്ക റിസർച്ചിലും ഉണ്ടാകുന്ന ഒരു മെത്തേഡാണ് കണ്ടന്റ് ഓർ തീമാറ്റിക് അനാലിസിസ് അല്ലെ? തീം പഠിക്കുക, അതിന്റെ കണ്ടന്റ് എന്താണെന്ന് പഠിക്കുക. എന്തിനായിരിക്കും ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്? 3 റീസണ് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുക. കണ്ടന്റ് അനാലിസിസ് നമ്മൾ 3 സമയത്ത് ഉപയോഗിക്കും. എന്തിനാ? ടു അണ്ടർസ്റ്റാൻഡ് the historical roots of the problem in research. To understand the historical roots of the problem in research. അതിന്റെ അടിവേരറിയാൻ അല്ലെ, ഒരു പ്രശ്നത്തിന്റെ അടിവേരറിയാൻ ഒരു ഉദാഹരണം പറയാം അല്ലെ. ഈ പ്രശ്നത്തിന്റെ അടിവേരറിയാൻ കണ്ടന്റ് അനാലിസിസ് എവിടെയാണ് പോണത്? അത് ഇച്ചിരി ടൈം എടുക്കും, എന്നാലും നിങ്ങളൊന്ന് കേൾക്കുന്നത് നല്ലതാണ്.
അതായത് ഇപ്പൊ നമ്മുടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അല്ലെ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ വിദ്യാഭ്യാസത്തില് ഒരു റിസർച്ചിന്റെ കാര്യം പറയണം. ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ആപ്പിൾ എന്ന വാക്ക് കേൾക്കുമ്പോ അല്ലെ, ആപ്പിൾ എന്ന വാക്ക് പറയാൻ കാര്യം എന്താ? നമ്മളൊക്കെ ആദ്യം സ്കൂളിൽ പോയപ്പോ പഠിച്ചത് A for apple അല്ലെ, A for apple. ഈ ഒരു ചെറിയ വാക്ക് കേൾക്കുമ്പോ 7ാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ മനസ്സിലേക്ക് എത്ര സബ്ജക്ട് കയറി വരും? ജസ്റ്റ് ഒരു വാക്ക് കേട്ടുള്ളൂ, ജസ്റ്റ് എ സിംഗിൾ വേർഡ്. ആ വേർഡ് കേട്ടപ്പോ അവന്റെ മനസ്സിലേക്ക് എത്ര സബ്ജക്റ്റാ വന്നാ നോക്കി? ആദ്യം വരുന്നത് ഫിസിക്സ് ആയിരിക്കും അല്ലേ മക്കളെ? എന്തുകൊണ്ടാണ് ഫിസിക്സ് വരാൻ കാര്യം? കാരണം അവൻ ഓർക്കും, his physics teacher taught him the law of gravitation theory using an example of an apple that had fallen on the head of Isaac. അല്ലേ, ഐസക്കിന്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വീണ കഥ പറഞ്ഞു പഠിപ്പിച്ചപ്പോ അവന് ആപ്പിൾ എന്ന് കേൾക്കുമ്പോഴേക്കും ഫിസിക്സ് ഓർമ്മ വരും. ബയോളജി ടീച്ചർ അവന് ഓർമ്മ വരും. ദാറ്റ് മീൻസ് ബയോളജി അവന്റെ മനസ്സിലേക്ക് കയറി വരും. എങ്ങനെ കയറി വരും? കയറി വരുന്നത് അവന്റെ ബയോളജി ടീച്ചർ അവനെ പഠിപ്പിച്ചിട്ടുണ്ട് ദ ന്യൂട്രീഷ്യസ് വാല്യൂ ഓഫ് ആൻ ആപ്പിൾ. അവന്റെ ഒരു ആപ്പിൾ കഴിച്ചാൽ ശരീരത്തിന് എത്ര ഗുണം ചെയ്യും എന്ന് അവനെ പഠിച്ചുകൊണ്ട് അവന് ബയോളജി മനസ്സിലാവും, ബയോളജി കയറി വരും. മൂന്നാമതായി അവന്റെ മനസ്സിലേക്ക് കയറി വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കയറി വരും. ഇംഗ്ലീഷ് ടീച്ചർ ഒരു പ്രോവർബ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഉദാഹരണം ആൻ ആപ്പിൾ എ ഡേ കീപ്സ് എ ഡോക്ടർ അവേ. ഇതാണ് മൂന്നാമത് വരുന്ന സബ്ജക്ട്. ഇംഗ്ലീഷ് വന്നു. നാലാമത്തെ പ്രശ്നം IT ഓർമ്മ വരും, ഇൻഫോർമേഷൻ ടെക്നോളജി ഓർമ്മ വരും. എ സിംഗിൾ ബൈറ്റ് ആൻ ആപ്പിൾ, ഒരു കടി കടിച്ച ആപ്പിൾ എന്ന് പറയുന്നത് കുട്ടികളുടെ മനസ്സിന്റെ താളമാണത്. പുതിയ തലമുറക്ക് അത് കിട്ടിയേ പറ്റും. അപ്പൊ നോക്കാം, നിങ്ങൾ ആപ്പിൾ എന്ന ഒരൊറ്റ വാക്ക് കേട്ടപ്പോ നമ്മുടെ കുട്ടികളിലേക്ക് ഫിസിക്സ് ഓർമ്മ വന്നു, ബയോളജി ഓർമ്മ വന്നു, പിന്നെ ഇംഗ്ലീഷ് ഓർമ്മ വന്നു, പിന്നെ വന്നതോ IT ഓർമ്മ വന്നു. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇൻഫോർമേഷൻ മാത്രമാണ് അല്ലെ, വെറും ചില അറിവുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവന് അറിവുണ്ടാവണമെങ്കിൽ എന്തോ വേണമായിരുന്നു? അറിവ് വേണമായിരുന്നെങ്കിൽ ആപ്പിൾ എന്ന വാക്ക് കേൾക്കുമ്പോ അവൻ ഇതും കൂടെ ആലോചിക്കണമായിരുന്നു. എന്തുകൂടെ ആലോചിക്കേണ്ടത്, എനിക്ക് ആപ്പിൾ കിട്ടുമ്പോ അതിന്റെ പകുതി മുറിച്ചിട്ട് എന്റെ തോളോട് തോട് ചേർന്ന് ഇരിക്കുന്ന എന്റെ സുഹൃത്തിന് വിശക്കുന്നുണ്ട്, ആ വിശക്കുന്ന അവന്റെ വിശപ്പ് മാറ്റാൻ പകുതി അവന് കൊടുത്തിട്ട് അവന്റെ സന്തോഷം കാണണം എന്ന് അവൻ അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് വിദ്യാഭ്യാസമാകുന്നത്. അപ്പൊ എന്ത് ചെയ്തു? പ്രശ്നം കണ്ടുപിടിച്ചു. എന്തോ പ്രശ്നം കണ്ടുപിടിച്ചു? വിദ്യാഭ്യാസം കൂടുന്തോറും ആളുകളിൽ മൂല്യം കുറഞ്ഞു വരുന്നു. ഇതാണ് പ്രോബ്ലത്തെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റിസർച്ചിലേക്ക് ഇറങ്ങി പോവുകയാണ്. എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ ആദ്യം അയാൾ ചെയ്യേണ്ടത് കണ്ടന്റ് ഓർ തീമാറ്റിക് അനാലിസിസ്. ഈ പഠിക്കുന്ന പുസ്തകങ്ങളിലൂടെ വാല്യൂ അവന് കൊടുക്കുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്തോ ചെയ്യണം? ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ക്ലാസ്സിലെയും പുസ്തകത്തിലൂടെ അയാൾ ഊളിയിട്ടിറങ്ങുമ്പോഴാണ് കണ്ടന്റ് അനാലിസിസ് നടത്തുമ്പോഴാണ് അയാൾ കാണുന്നത് എന്ത്? ഒരു ക്ഷീര കർഷകൻ, പാല് വിൽപ്പനക്കാരൻ 4 ലിറ്റർ പാല് കറന്ന് 3 ലിറ്റർ കൂടെ അതിൽ വെള്ളം ചേർത്താൽ അവന് എത്ര ലാഭം കിട്ടും? അപ്പൊ സംഗതി തിരിഞ്ഞു. എവിടെയാണ് പ്രശ്നം? കണ്ടന്റിനകത്തു പോലും വാല്യൂ കൊടുക്കുന്നില്ല. അവനെ കൂട്ടാനേ പഠിപ്പിക്കുന്നുള്ളൂ, പക്ഷെ അതിലൂടെ അവൻ കൂട്ടുന്നുണ്ട്. 3 ലിറ്റർ പാല് കിട്ടിയിട്ട് ബാക്കി 3 ലിറ്റർ മോശത്തരമാണ് ടെസ്റ്റിലൂടെ പഠിപ്പിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ അയാൾ എന്ത് ചെയ്തു പറ്റൂ? കണ്ടന്റ് ഓർ തീമാറ്റിക് അനാലിസിസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിസ്റ്റോറിക്കൽ
റൂട്ട്സ് ഓഫ് ദ പ്രോബ്ലം ഇൻ റിസർച്ച്. ഒരു പ്രശ്നത്തിന്റെ അടിവേരറിയാൻ ഒരാൾക്ക് ചിലപ്പോൾ കണ്ടന്റ് ഓർ തീമാറ്റിക് അനാലിസിസ് ചെയ്യേണ്ടി വരും. നമ്പർ 2, രണ്ടാമത് നമ്മൾ തീമാറ്റിക് അനാലിസിസ് ചെയ്യുന്നത് ട്രേസിംഗ്, പിറകെ പോയി കണ്ടുപിടിക്കാം. ട്രേസിംഗ്, പിറകെ പോവാം. ചേഞ്ചസ് ആൻഡ് ഡെവലപ്മെന്റ്സ്, മാറ്റങ്ങളും അതിന്റെ അല്ലെ ഇങ്ങനെ ഡെവലപ്മെന്റും ഉയർച്ചയും ഈ ഏരിയ ഓഫ് റിസർച്ച്. അയാൾ പഠിക്കുന്ന റിസർച്ചിന്റെ ഏരിയയിൽ നടന്ന മാറ്റങ്ങളും ഡെവലപ്മെന്റും അറിയാൻ ചിലപ്പോ എന്ത് വേണ്ടി വരും? കണ്ടന്റ് അനാലിസിസ് വേണ്ടി വരും. നമ്പർ 3, മൂന്നാമത്തെ അവസ്ഥയാണ് ടു ജസ്റ്റിഫൈ ദ റീസൺ ഫോർ ദ സ്റ്റഡി. എന്തിനാണ് ഞാൻ ഈ റിസർച്ച് ചെയ്യുന്നത് എന്ന് ന്യായം പറയാൻ, ന്യായം ചമക്കാൻ അയാൾക്ക് കണ്ടന്റ് ഓർ തീമാറ്റിക് അനാലിസിസ് വേണ്ടി വരും അല്ലേ? അവന് കുറച്ച് പുസ്തകങ്ങൾ വായിക്കണം. കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ കുറെ എടുത്തിട്ട് വായിക്കണം. ഇനി അങ്ങനെ വായിക്കുമ്പോൾ ഇതിനകത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്സ് ഇൻ തീമാറ്റിക് അനാലിസിസ്. അതുകൂടെ പറഞ്ഞ് നമ്മൾ ഈ അനാലിസിസ് അവസാനിപ്പിക്കും. ഒന്നാമത്തെ സ്റ്റെപ്പ് ഫൈൻഡിങ് ആൻഡ് കളക്ടിങ് ദ ഡോക്യുമെന്റ്. വായിക്കേണ്ട പുസ്തകങ്ങൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക, അവിടെ നിന്ന് എടുത്ത് ഒരുമിച്ച് കൂട്ടുക. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, കളക്ടിങ് ആൻഡ് ഫൈൻഡിങ് ഡോക്യുമെന്റ്. എവിടെയാണ് ഡോക്യുമെന്റ് ഇരിക്കുന്നത് അറിയണം. അവിടെ ഇരുന്നാൽ മാത്രം പോലെ അവിടുന്ന് ആ സാധനം എടുക്കും വേണം. അപ്പൊ എവിടെയൊക്കെ ഉണ്ടാവും? എവിടൊക്കെ ആയിരിക്കും ഇത് ഉണ്ടാവുക? ബുക്സ് ആൻഡ് ജേർണൽസ്, ബുക്കുകളും ജേർണലുകളും അല്ലെ? റിസർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആണ് ഇവയെല്ലാം. ബുക്സ് ആൻഡ് ജേർണൽസ്, അവിടെ പോയാൽ കുറെ കിട്ടും. മാഗസീൻസ് സെയിം തിങ്. പിന്നെ രണ്ടാമത്തതാണ് സെമിനാർസ് ആൻഡ് കോൺഫറൻസസ്. ഞാൻ റിസർച്ച് ചെയ്യുന്ന ഏരിയയിൽ എത്ര സെമിനാറും കോൺഫറൻസും നടക്കുന്ന അറിയാം. അതിലൊന്ന് പോയാൽ മതി, കിട്ടേണ്ടത് മുഴുവൻ കിട്ടും. 3, വിസിറ്റ്സ്, ചില സന്ദർശനങ്ങൾ. ഗവൺമെന്റ് ഓഫീസ് ചിലപ്പോൾ സന്ദർശിക്കേണ്ടി വരും അല്ലേ? അവിടുന്ന് അത് കിട്ടുള്ളൂ, അവിടെ വിസിറ്റ് ചെയ്താലേ അത് കിട്ടുള്ളൂ. എയ്ഡ്സ് രോഗികളുടെ കാര്യം അറിയണമെങ്കിൽ അയാൾ വിസിറ്റ് നടത്തണം. എവിടെ നടത്തണം? ഹോസ്പിറ്റലിൽ പോണം അല്ലേ? നമ്മുടെ നാട്ടിലെ ട്രാൻസ്ജെൻഡറുമായി ഒരാൾക്ക് ഗവേഷണം നടത്തണമെങ്കിൽ നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന് അവിടെ പോണം. അപ്പൊ അവിടെ ആ സാധനം ഉള്ളൂ, ഫൈൻഡിങ് ആൻഡ് കളക്ടിങ്. അവിടെ പോകും വേണം, അവിടെ എടുക്കും വേണം. നാലാമത്തതാണ് മൈനിങ് ഓഫ് സൈബർ റിസോഴ്സസ്. മൈനിങ് ഓഫ് സൈബർ റിസോഴ്സസ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സംഭവമാണ് അല്ലേ? മൈനിങ്, നമ്മളിങ്ങനെ ഓളിയിട്ട് ഇറങ്ങി പോവാണ് മൈനിങ് ചെയ്യാൻ. സൈബർ റിസോഴ്സസ് അല്ലേ? നെറ്റ് അതും ഇതൊക്കെ അല്ലേ? എന്ത് എളുപ്പമാണെന്ന് അറിയാമോ അതൊക്കെ ചെയ്യാൻ? അപ്പൊ അതിലേക്ക് ഓളിയിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. ഈ ബ്രൗസിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട്, അതൊരു കലയാണ്. ചില ആളുകൾ എത്ര തപ്പിയാലും അയാൾക്ക് വേണ്ടത് കിട്ടൂല, കുറെ സാധനം എക്സ്ട്രാ കിട്ടും. ഇതൊന്നും അയാൾക്ക് വേണ്ടാത്തായിരിക്കും. പക്ഷെ എനിക്ക് വേണ്ട സാധനം കൃത്യസ്ഥലത്ത് കിടപ്പുണ്ട് എന്ന അത് കണ്ടുപിടിക്കലും അവിടെ തന്നെ പോയി അത് എടുക്കലും എന്ന് പറയുന്നത് അത് റിസർച്ചറുടെ ഒരു കപ്പാസിറ്റിയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത് എവിടെ ഉണ്ട് എന്നറിയാം, അവിടെ പോയത് കളക്ട് ചെയ്യാം. അപ്പൊ കളക്ട് ചെയ്തപ്പോ മല പോലെ ഡോക്യുമെന്റ് കിട്ടി. ഇതൊക്കെ വായിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി എന്ത് ചെയ്യണം? അതിൽ നിന്ന് സാമ്പിൾ എടുക്കണം. 1000 പുസ്തകം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 50 പുസ്തകത്തേക്ക് എടുക്കണം. പക്ഷെ ഇത് എങ്ങനെ എടുക്കും? അല്ലെങ്കിൽ എത്ര പുസ്തകങ്ങൾ എടുക്കും? എത്ര പുസ്തകങ്ങൾ എടുക്കും എന്നതിൽ അർത്ഥമേ ഇല്ല. അങ്ങനെ ഒരു നിയമവും ഇല്ല. ഇത്ര പുസ്തകമേ കണ്ടന്റ് അനാലിസിസിൽ എടുക്കാവൂ എന്നൊരു നിയമം നിലനിൽക്കുന്നില്ല. പക്ഷെ എടുക്കുന്ന പുസ്തകം
അതിന് എന്ത് വേണം? അതിന് ക്രൈറ്റീരിയ ഉണ്ട്. എടുക്കുന്ന പുസ്തകം ഏതായിരിക്കണം? ഒന്ന്, കോണ്ടെക്സ്ച്വൽ റിച്ച്നെസ് ഓഫ് ദ ഡോക്യുമെന്റ്. കോണ്ടെക്സ്ച്വൽ റിച്ച്നെസ് ഓഫ് ദ ഡോക്യുമെന്റ്. ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന റിസർച്ച് ഏരിയയുമായിട്ടുള്ള സകലതും അതിൽ നിന്ന് കിട്ടുമെന്ന ഒരു റിച്ച്നെസ് ഉണ്ട് അതിനകത്ത്. ഒരു നമ്മൾ ഭയങ്കര റിച്ച്നെസ് ആണ് അല്ലെ? ഇപ്പോ ഉദാഹരണത്തിന് ആ റിച്ച്നെസ് ഇപ്പോ ഞാൻ ഇങ്ങനെ കുറെ, ഫോർ എക്സാമ്പിൾ, ഞാൻ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് നടത്തുകയാണെങ്കിൽ എത്ര ട്രാൻസ് ഡോക്യുമെന്റ്സ് അവരുമായി അവരെഴുതിയ ഒരുപാട് പുസ്തകങ്ങളിൽ ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ ഞാൻ ഇത് സാമ്പിൾ എടുക്കുമ്പോൾ കോണ്ടെക്സ്റ്റൽ റിച്ച്നെസ് ഉള്ള പുസ്തകം ഇന്ന് എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ട്രാൻസ്ജെൻഡറിന്റെ ആത്മകഥ എടുത്താൽ അതിനകത്ത് എന്റെ റിസർച്ചിന് എന്തൊക്കെ വേണോ അതൊക്കെ കിട്ടും. ജനിച്ച അന്ന് മുതൽ ഈ ജെൻഡർ കോൺഫ്ലിക്റ്റ് മനസ്സിൽ തുടങ്ങിയത് മുതൽ അവസാനം പെണ്ണിലേക്കുള്ള മാറ്റം, ഇപ്പോ സ്വസ്ഥമായി ഒരു പെണ്ണായി ജീവിക്കുന്ന അവസ്ഥ വരെ അതിൽ എഴുതിയിട്ടുണ്ടോ? വേറൊരു പുസ്തകം വായിക്കണം അല്ലെ? ഇങ്ങനെ പെട്ടെന്ന് എന്റെ റിസർച്ചിന് വേണ്ട എല്ലാ സാധനവും ഉൾക്കൊള്ളുന്ന ആ പുസ്തകം എടുക്കുന്നതിനെ നമ്മൾ പറയാം. എത്ര പുസ്തകം എടുക്കുന്നത് കൺസേൺഡ് അല്ല, കൺസേൺ ഇല്ല അതിനകത്ത്. മറിച്ച് the contextual richness of the document. പിന്നെയോ authenticity. എഴുതിയ ആള് അല്ലെ, അത് authentic writer ആയിരിക്കണം. credibility, ആ എഴുത്തിൽ വിശ്വാസ്യത ഉണ്ടാവണം. accuracy, ഷാർപ്പായിരിക്കണം എഴുത്ത്. and representativeness of the document. Authenticity, credibility, accuracy, and representativeness of the document. പിന്നെ ഒന്നുകൂടെ നോക്കണം, completeness and comprehensiveness. അതിന്റെ പൂർണ്ണതയും എല്ലാം ഉൾക്കൊള്ളുന്ന അവസ്ഥ. completeness and comprehensiveness. അവ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. പിന്നെ കണ്ടന്റ് ഓർ തീമാറ്റിക് അനാലിസിസില് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്ന്, ഫൈൻഡിങ് ഓർ ലൊക്കേറ്റിംഗ് ആൻഡ് കളക്ടിംഗ് ദ ഡോക്യുമെന്റ്സ്. 2, സാമ്പിളിംഗ് ആൻഡ് അപ്രൈസിംഗ് ദ ഡോക്യുമെന്റ്സ്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, സാമ്പിളിംഗ് ആൻഡ് അപ്രൈസിംഗ് ദ ഡോക്യുമെന്റ്. 3, സിന്തസൈസിംഗ് ആൻഡ് ഫൈൻഡിംഗ് ദ റിസൾട്ട്. സിന്തസൈസിംഗ്, ഈ വായിച്ചു കൂട്ടിയ അറിവുകളുടെ ആ ഒരു പിന്നെ മെർജിങ്, അതിന്റെ ആ കണക്ട് ചെയ്യല്. സിന്തസൈസിങ് ആൻഡ് ഫൈൻഡിങ് ദ റിസൾട്ട്. ഇതെങ്ങനെ ചെയ്യും? അത് ആര് ചെയ്യും? ആരും ചെയ്യേണ്ട. അത് ഇങ്ങനെയാണ് പറയാ, റിസർച്ചർക്ക് ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? സ്കിൽ ആൻഡ് ഇൻറ്റ്യൂഷൻ. സ്കിൽ ആൻഡ് ഇൻറ്റ്യൂഷൻ ടു ഫിൽട്ടർ ഡാറ്റ. എനിക്ക് വേണ്ടത് മാത്രം അരിച്ചെടുത്ത് ബാക്കിയുള്ളതിനെ കളയാനുള്ള ഒരു അത്ഭുതകരമായ കഴിവ് ആർക്കുണ്ടാവണം? റിസർച്ചർക്ക് ഉണ്ടാവണം. റിസർച്ചർ സ്കിൽ ആൻഡ് ഇൻറ്റ്യൂഷൻ ടു ഫിൽറ്റർ ദ ഡാറ്റ. ഈ ഡാറ്റയെ അരിച്ചെടുക്കുവാനുള്ള ഒരു കഴിവ് ഒരു റിസർച്ചർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മള് എന്താ പഠിച്ചത്? റിസർച്ച് എന്ന് പറയുന്നത് 3 ഡിസൈനിലാണ് നടക്കുന്നത്. ഒന്ന്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ. 2, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ. 3, മിക്സഡ് മെത്തേഡ്സ് റിസർച്ച് ഡിസൈൻ. അതിൽ ഒന്നാമത്തെ വിഭാഗമായ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈനിൽ ഉപയോഗിക്കുന്ന റിസർച്ച് മെത്തേഡുകളാണ് നമ്മളിപ്പോ 3 പഠിച്ചത്. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കും. രണ്ടാമത്തെ ഭാഗമാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. മക്കളെ, നിങ്ങൾക്ക് ബോറടിക്കണുണ്ടോ? ഇല്ലല്ലോ? ആയതുകൊണ്ട് ചിലപ്പോ ഒരു ഉറക്കം അങ്ങനെ ഉറങ്ങരുത് കേട്ടാ. നമുക്കാണ് ഈ ഓൺലൈനിലായതുകൊണ്ട് തമാശ ഒന്നും പറയാൻ പറ്റില്ലല്ലോ.
യെസ്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. എന്താണ് ഈ സാധനം? ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, ക്വാണ്ടിറ്റി അല്ലേ, എണ്ണം എന്നാണ് അല്ലെ, എണ്ണം. ഇത്ര മാത്രം പഠിച്ചാൽ മതി. നമ്പർ വിൽ സ്പീക്ക് ദ ട്രൂത്ത്, നമ്പർ വിൽ സ്പീക്ക് ദ ട്രൂത്ത്. കണക്കുകൾ കാര്യം പറയും. അത്തരം റിസർച്ചിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാം അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ അതിന്റെ ഒരു ഡീപ്പ് ഡെഫിനിഷൻ ഉണ്ട്, എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഡെഫിനിഷൻ. അത് എന്താണത്? ദ സിസ്റ്റമാറ്റിക്, ഒന്ന് എഴുതി വെച്ചോളൂ, സിസ്റ്റമാറ്റിക് investigation of phenomenon by gathering quantifiable data and performing statistical, mathematical or computational techniques. സർ, ഒരു ഡൗട്ട് ഒന്ന് ചോദിച്ചോട്ടെ. ആ, ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ആ വേർഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തരാമോ? ക്വാളിറ്റി എന്ന് പറഞ്ഞാല് അതിന്റെ ഗുണം നമ്മൾ പഠിക്കാം അല്ലേ, ക്വാളിറ്റി നമ്മൾ പറയില്ലേ, അതിന്റെ എസൻസ് പഠിക്കാം. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എണ്ണം കണക്കാക്കി ഗുണം പറയുക അല്ലേ. ഇത്രയും എണ്ണം ജയിച്ചെങ്കിൽ ഈ പുസ്തകം ഓക്കെയാണ്, ഇത്രയും പിന്നെ ആളുകൾ തോറ്റെങ്കിൽ ഈ പുസ്തകം ശരിയല്ല. ഇങ്ങനെ ക്വാണ്ടിറ്റി, എണ്ണം പറഞ്ഞ് ഗുണം പറയുക, കാര്യം പറയുക എന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നമ്പർ വിൽ സ്പീക്ക് ദ ട്രൂത്ത്. ഡിജിറ്റ് ആണ്, ഡിജിറ്റ് വിൽ സ്പീക്ക് ദ ട്രൂത്ത്. ഡിജിറ്റ് ആണ് ഇത് ശരിയാണ്, അതിന്റെ അളവ് പറയുന്നത്, ഒരു കണക്കാണ്. ഇനി ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ചെയ്യാതെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലേക്ക് ആളുകൾ വരാൻ കാര്യം എന്താണെന്നറിയാം? അതിന്റെ കാര്യം, ഇറ്റ് പ്രൊവൈഡ്സ്, ഇത് ശരിക്ക് നമുക്ക് തരും. എന്ത് തരും? എ കൺക്ലൂസീവ് ആൻസർ അല്ലേ. യെസ് 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 യെസ്, അത് അതിന്റെ ഉദാഹരണമാണ്. യെസ്, അപ്പോ that is a quantitative research provides, അത് നൽകുന്നത് a conclusive answer to the research questions. നമ്മുടെ ഗവേഷണത്തിന്റെ തുടക്കത്തിൽ മനസ്സിലുണ്ടായ അസ്വസ്ഥകരമായ ചോദ്യങ്ങൾക്ക് കൺക്ലൂസീവായ ഒരു ഉത്തരം നൽകും. നമ്മുടെ ഈ ക്വസ്റ്റ്യനെ, നമ്മുടെ ഈ ഉത്തരം തേടിയുള്ള യാത്രയെ അത് നിർത്തിക്കും. കറക്റ്റ് ഉത്തരം തരും. കാരണം ഡിജിറ്റ് ആണല്ലോ നമ്മളോട് കാര്യം പറയുന്നത്. ഇനി രണ്ടാമത്തെ ആളുകൾ അതിനെ ആകർഷിക്കാനുണ്ടായ കാരണം എന്താ? ഒന്നാമത്തത്, ഇറ്റ് പ്രൊവൈഡ്സ് എ കൺക്ലൂസീവ് ആൻസർ അല്ലേ ടു ദ റിസർച്ച് ക്വസ്റ്റ്യൻസ്. നമ്പർ 2, the result of quantitative research can be generalized to the entire target group. അത് വളരെ വലുതാണ്. The result of the quantitative research, കണക്കുകൾ വെച്ചുള്ള ഈ ഗവേഷണത്തിന്റെ റിസൾട്ട് ജനറലൈസ്ഡ്, അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ, ജനറലൈസ് ചെയ്യാൻ പറ്റും. ആർക്കാ? ടു ദ എൻറ്റയർ
target group, to the entire target group. അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ കുട്ടികൾക്കിടയിൽ നടത്തിയ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്റെ റിസൾട്ട് 14 ജില്ലകളിലെ കുഞ്ഞുങ്ങൾക്കും ജനറലൈസ് ചെയ്യാം. അതാണ് അതിന്റെ ഗുണം. അതുകൊണ്ടാണ് ചില റിസർച്ചേഴ്സ് ക്വാണ്ടിറ്റേറ്റീവ് മതി എന്ന് പറയുന്നത്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചില് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് സർവേ റിസർച്ച്. സർവേ ആണ് യഥാർത്ഥത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ ആദ്യം വരുന്നത് സർവേ റിസർച്ച് ആണ്, അല്ലേ? അതെ. ഒരു പക്ഷേ ലോകത്തെമ്പാടുമുള്ള ഗവേഷകരിൽ മഹാഭൂരിപക്ഷം പേരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ സർവേ റിസർച്ച് എന്ന് പറയുന്നത്, അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഇതിന്റെ പ്രത്യേകത എന്താ? ക്യാരക്ടറിസ്റ്റിക്, അല്ലേ? ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തെന്ന് വെച്ചാല് 3 എണ്ണമാണ്. ഒന്ന് ഡിസ്ക്രിപ്ഷൻ. നമ്പർ 2 explanation. Number 3 exploration. ഇതെന്താ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന നമ്പർ 3 എന്ന് പറഞ്ഞത്? ഹലോ സർ, എക്സ്പ്ലോറേഷൻ. എക്സ്പ്ലോർ ചെയ്യാം. റേഞ്ച് പോയതുകൊണ്ടേ കിട്ടിയില്ല സാർ. ഇത് എന്താണ് പറയുന്നത്? അത് കേട്ടതൊന്നും ടൈപ്പ് ചെയ്തൊക്കെ ആരെങ്കിലും. ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ. EXPLORATION. യെസ്, എക്സ്പ്ലോറേഷൻ. അമ്പിളി എഴുതിയിട്ടുണ്ട്. ഇത് എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് സാർ? ഇതിന്റെ സർവേ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്, അതിന്റെ സ്വഭാവം. യെസ്, 3 എണ്ണം, അല്ലേ? ഡിസ്ക്രിപ്ഷനും, അത് കുറെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യും, കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും, കുറെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. യെസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവേ റിസർച്ച്. ഇനി നമ്മൾ പറയും സർവേ എന്ന് പറയുന്നത് റിസർച്ചർ ഫ്രണ്ട്ലി മെത്തേഡാണ്. ഇത് റിസർച്ചർ ഫ്രണ്ട്ലി ആണ്, അതുകൊണ്ടാണ് ആളുകൾ ഇത് കൂടുതൽ എടുക്കുന്നത്. എന്തുകൊണ്ടാണ് റിസർച്ച് ഫ്രണ്ട്ലി ആയത്? ഒന്ന്, ക്യുക്ക്നെസ്. വളരെ എളുപ്പത്തിൽ ഇത് നടത്താൻ പറ്റും. ക്യുക്ക്നെസ്, സർവേ നടത്താൻ വളരെ എളുപ്പമാണ്. കണ്ണി കണ്ട ആളുകളെ മുഴുവൻ പെട്ടെന്ന് കൊടുത്ത് ഇത് സംഗതി തീർക്കാൻ പറ്റും. നമ്പർ 2, ക്വാളിറ്റി. എളുപ്പത്തിലായാൽ എന്താ, കിട്ടുന്ന ഡാറ്റ ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിരിക്കും. 3, കോസ്റ്റ് എഫിഷ്യൻസി. പൈസക്ക് വലിയ ചെലവില്ല. ഒരു പേപ്പർ ഇങ്ങനെ പ്രിന്റ് എടുക്കാൻ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു മെയിൽ അയച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്താൽ മതി. 4, ഫ്ലെക്സിബിലിറ്റി. ഇതിന് ഏത് സമയത്തും ചെയ്യാലോ. രാത്രി ആൾക്ക് കൊടുക്കാം, പകൽ കൊടുക്കാം, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കൊടുക്കാം. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. യെസ്, കോസ്റ്റ് എഫിഷ്യൻസി. റൈറ്റ് സാറിനി. യെസ്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ദെൻ അക്യുറസി ഉണ്ട്. അക്യുറസി. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഈ സർവേ റിസർച്ച് നമ്മൾ പഠിച്ചത്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റിസർച്ച് മെത്തേഡാണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. അതിന്റെ 3 സ്വഭാവമാണ് ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ ആൻഡ് എക്സ്പ്ലോറേഷൻ. ഇതിനെ നമ്മൾ റിസർച്ചർ ഫ്രണ്ട്ലി ആണ് എന്ന് പറയും. അതിന്റെ കാരണമാണ് നമ്മൾ 5 എണ്ണം എണ്ണിയത്, അല്ലേ? ഇനി നമ്മള് പിന്നെ ഇനി നമ്മൾ അറിയാം, ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകണം. ഏത്? ഈ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് എന്നത്. അപ്പൊ അവസാനം നമ്മള് പിന്നെ
അറിയേണ്ട ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഇനി നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പുസ്തകത്തിൽ നമ്മൾ എഴുതേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. രണ്ട് കോള ഇട്ടിട്ട് ഒന്ന് എഴുതിക്കേ. ചെറിയ വാക്കുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ഓർമ്മക്ക് വേണ്ടിയുള്ള വേർഡ്സ് മാത്രമേ ഉപയോഗിക്കൂ, കൂടുതൽ എഴുതണ്ട. ആദ്യ ഭാഗത്ത് ക്വാളിറ്റേറ്റീവ്, രണ്ടാമത്തെ ഭാഗത്ത് ക്വാണ്ടിറ്റേറ്റീവ്. അതിൽ ഒന്നാമത്തെ ഭാഗത്ത് നേച്ചറലിസ്റ്റിക് ആണ് ക്വാളിറ്റേറ്റീവ്. അതിന്റെ നേരെ ക്വാണ്ടിറ്റേറ്റീവിൽ എഴുതേണ്ടത് കൺട്രോൾഡ്. അത് കൺട്രോൾഡ് ആണ്. ഇനി രണ്ടാമത്തെ ഡിഫറൻസ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഒബ്സർവേഷണൽ. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് എന്തായിരിക്കും? എക്സ്പെരിമെന്റൽ. മൂന്നാമത്തത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് സബ്ജക്റ്റീവ് ആയിരിക്കും. സബ്ജക്റ്റീവ് ആണ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവോ ഒബ്ജക്റ്റീവ് ആണ്. മൂന്നാമത്തെ ക്വാളിറ്റേറ്റീവിന്റെ ഒന്നുകൂടെ പറയൂ സർ. സബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവ്. ആദ്യത്തെ സബ്ജക്റ്റീവ്, രണ്ടാമത്തത് ഒബ്ജക്റ്റീവ്. കേട്ടോ? ഓക്കെ സർ, താങ്ക് യു. ഫോർത്ത് ഡിസ്ക്രിപ്റ്റീവ്. യെസ്, ഡിസ്ക്രിപ്റ്റീവ് ആണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇൻഫറൻഷ്യൽ. INFERENTIAL. Inferential. Fifth one. പറയാമോ സർ? സ്പെല്ലിംഗ് ഒന്നുകൂടി പറയാമോ സർ? അതെ, യെസ്, inferential. Yes, Shivagami is written there. Inferential, right. ഇനി അഞ്ചാമത്തത് പ്രോസസ് ഓറിയന്റഡ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് പ്രോസസ് ഓറിയന്റഡ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് ഔട്ട്കം ഓറിയന്റഡ്. ആറാമത്തത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എഴുതേണ്ടത് വാലിഡ്. ഇതിന്റെ റിസൾട്ട് വാലിഡ് ആയിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഇറ്റ്സ് റിലയബിൾ. നെക്സ്റ്റ് പോയിന്റ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് ഹോളിസ്റ്റിക്, എല്ലാം ഉൾക്കൊള്ളുന്ന. ഹോളിസ്റ്റിക്, HOLISTIK, ഹോളിസ്റ്റിക്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് പർട്ടിക്കുലറിസ്റ്റിക്, ഏതെങ്കിലും ഒരു കാര്യം മാത്രമായിരിക്കും. പർട്ടിക്കുലറിസ്റ്റിക്. നെക്സ്റ്റ് വൺ, റിയൽ കോമ, ക്വാളിറ്റേറ്റീവിലാണ് എഴുതേണ്ടത്. റിയൽ കോമ റിച്ച് ആൻഡ് ഡീപ്പ് ഡാറ്റ. ഇതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ റിയൽ ആയിരിക്കും, റിച്ച് ആയിരിക്കും, ഡീപ്പ് ആയിരിക്കും. ഇനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചില് ഹാർഡ്, HARD, ഹാർഡ്, റഫായ
replicable data. Replicable, R-E-P-L-I-C-A-B-L-E, replicable data. Last one, the last point, ungeneralizable. Generalize ചെയ്യാൻ പറ്റാത്ത, ungeneralizable single case analysis. Single case analysis. Single case analysis. Then in quantitative research, yes, replicable meaning repeatable, ആവർത്തിക്കാവുന്ന. Quantitative generalizable, yes, generalizable aggregate analysis. Aggregate analysis, A-G-G-R-E-G-A-T-E, aggregate analysis. Sir, ഈ അൺജനറലൈസബിളും സിംഗിൾ അത് ഒരു കാറ്റഗറി തന്നെയാണ്. അതെ, അൺജനറലൈസബിളും സിംഗിൾ കേസ്. അൺജനറലൈസബിൾ സിംഗിൾ കേസ് അനാലിസിസ് അത് ഒരുമിച്ചാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ എഴുതേണ്ടത്. അതിൽ നിന്ന് കിട്ടിയ ഒരു അനാലിസിസ് എല്ലാവരിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവിൽ ഒരു റിസർച്ചിൽ കിട്ടിയ ഡാറ്റ നമുക്ക് ബാക്കിയുള്ള എല്ലാവരിലേക്കും അത് ജനറലൈസ് ചെയ്യാം, ശരിയാണെന്ന് പറയാം. ഇനി നമ്മള് സ്റ്റെപ്സ് ഓഫ് റിസർച്ചിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ, സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. അതില് ഇനി അടുത്ത സ്റ്റെപ്പാണ് ഇൻസ്ട്രുമെന്റേഷൻ പ്ലാൻ, ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ പ്ലാൻ. ഇൻസ്ട്രുമെന്റേഷൻ പ്ലാൻ റിസർച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു പ്ലാൻ റിസർച്ചറുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. എന്തുണ്ടായിരിക്കണം? ഒരു ഇൻസ്ട്രുമെന്റേഷൻ പ്ലാൻ ഉണ്ടായിരിക്കണം. യെസ്, ഒരു കുഞ്ഞ് ചോദിച്ചത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവിന്റെ ഡിഫറൻസില് നമ്മള് അവസാനം എഴുതിയ പോയിന്റ് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ്. അതില് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ അൺജനറലൈസബിൾ സിംഗിൾ കേസ് അനാലിസിസ് അല്ലേ. ഉദാഹരണമായിട്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ചിലെ ഒരു മെത്തഡാണ് ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരാളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം, വിത്ത് ആൻ എക്സാമ്പിൾ, ഒരാളെ ഞാൻ ഇന്റർവ്യൂ ചെയ്തതിന് ശേഷം അയാളിൽ നിന്ന് കിട്ടിയ ഒരു ഡാറ്റ വെച്ചിട്ട് എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് പറയാൻ കഴിയില്ല. അത് സിംഗിൾ കേസ് അനാലിസിസ്, ആ ഒരു ചെറിയ കാര്യത്തെ മാത്രമേ നമ്മൾ അനലൈസ് ചെയ്യാൻ പറ്റൂ. അതേ സ്ഥാനത്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ കിട്ടിയ ഒരു ഡാറ്റ, അതായത് 100 കുഞ്ഞുങ്ങളിൽ നടത്തിയ ഒരു പഠനത്തിൽ ഇന്ന ഒരു റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ 100 കുട്ടികളിൽ മാത്രമല്ല അത് അപ്ലൈ ചെയ്യാൻ പറ്റുക, അതേ പ്രായത്തിലുള്ള എല്ലാ മക്കളിലും. ദാറ്റ് ഈസ് ജനറലൈസബിൾ അഗ്രഗേറ്റ് അനാലിസിസ്. അതൊരു വലിയ ഡിഫറൻസ് ആണ്. ഇതിന്റെ അപ്ലിക്കബിലിറ്റി ഓഫ് ദ റിസൾട്ട്, ഇതിന്റെ റിസൾട്ട് ആരിലൊക്കെ അപ്ലൈ ചെയ്യാം. ക്വാളിറ്റേറ്റീവിലാണെങ്കിൽ സിംഗിൾ കേസ് അപ്ലിക്കേഷൻ, അതേ സ്ഥാനത്ത് ക്വാണ്ടിറ്റേറ്റീവിലാണെങ്കിൽ ഇറ്റ്സ് ആൻ അഗ്രഗേറ്റ് അനാലിസിസ്. അത് വലിയൊരു സമൂഹത്തെ ഉൾക്കൊള്ളും. യെസ്, അപ്പൊ നമുക്ക് ഇൻസ്ട്രുമെന്റേഷൻ പ്ലാൻ ഉണ്ടാവണമെന്നാ പറഞ്ഞത് അല്ലേ. എന്താണ് ഈ സാധനം? 4 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ആ ഫോർത്ത് ക്വാളിറ്റേറ്റീവിന്റെ ഡിസ്ക്രിപ്റ്റീവും ക്വാണ്ടിറ്റേറ്റീവിന്റെ ഇൻഫറൻഷ്യൽ എന്നും പറഞ്ഞു. ഇൻഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ സർ? ഇൻഫറൻഷ്യൽ നമ്മുടെ ഇൻഫറൻസ് എന്ന് പറയില്ലേ, നമ്മൾ ആ കാര്യത്തെ ഇൻഫർ ചെയ്യുക, ഊഹിക്കുക. അത് നമ്മൾ ഊഹത്തിന്റെ എലമെന്റ് അതിനകത്ത് ഉണ്ടാവും, ഗസ്സിങ് ഉണ്ടാവും. മറ്റേത്
ഡിസ്ക്രിപ്റ്റീവ് ആണ്. അത് ശരിക്കും അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും. അതിൽ ഊഹത്തിന് വകയില്ല. ഓക്കെ. അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ പ്ലാൻ എന്ന് പറയുമ്പോ നത്തിങ് ബട്ട് ജസ്റ്റ് അല്ലെ ഒരു പ്ലാൻ ഉണ്ടാവണം മനസ്സിൽ. ഒരു പ്ലാൻ എന്തിനെ കുറിച്ച് 4 കാര്യങ്ങൾ അയാൾ മനസ്സിൽ കരുതിയാൽ അയാൾക്ക് ഇൻസ്ട്രുമെന്റേഷൻ പ്ലാൻ ഉണ്ട്. മനസ്സിൽ കരുതാൻ എളുപ്പമാണ് കേട്ടോ, പക്ഷെ അത് നടപ്പിലാക്കാൻ വലിയ പാടാണ്. എന്തൊക്കെയാ മനസ്സിൽ കരുതേണ്ടത്? ഇൻസ്ട്രുമെന്റേഷൻ പ്ലാനിന്റെ ഫേസിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന്, സെലക്ടിങ് ദ ഡാറ്റ സെലക്ട് ചെയ്യണം. സെലക്ടിങ് ദ ഡാറ്റ. 2, deciding the tools and techniques. Deciding the tools and techniques to collect data. ഞാൻ അല്ലേ അത് വിശദീകരിക്കാം. 3, collecting the data. ഡാറ്റ കളക്ട് ചെയ്യുക. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതണം when and where. എപ്പോൾ എവിടെ വെച്ചാണ്, എപ്പോഴാണ് എവിടെ വെച്ചാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത്. 4th one, analyze the data. ഈ ഡാറ്റ ഇങ്ങനെ അനലൈസ് ചെയ്യണം. സോ സിമ്പിൾ. ഇൻസ്ട്രുമെന്റേഷൻ പ്ലാൻ ഡെവലപ്പ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഡാറ്റ ഒന്നും വേണ്ട. നമുക്ക് വേണ്ട ഡാറ്റ മാത്രം സെലക്ട് ചെയ്യുക. എന്താണ് ചോദിക്കേണ്ടത്, എവിടെയൊക്കെയാണ് ചോദിക്കേണ്ടത്, ഏതാണ് എനിക്ക് കിട്ടേണ്ടത്, ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. രണ്ടാമത്തത്, ഇത് കിട്ടാൻ വേണ്ടി, ഈ ഡാറ്റ കിട്ടാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ടൂളോ ടെക്നിക്കോ ഉപയോഗിച്ചാലാണ് ഇത് കിട്ടുക. അതുണ്ടാക്കിയതിന് ശേഷം ഇത് എങ്ങനെ കളക്ട് ചെയ്യും, എപ്പോ എവിടെ വെച്ച് കളക്ട് ചെയ്യും. 4ാമത്തത്, കളക്ട് ചെയ്ത ഡേറ്റയെ എങ്ങനെ അനലൈസ് ചെയ്യും. ഇതിനെ കുറിച്ചുള്ള ഒരു പ്ലാനാണ് യഥാർത്ഥത്തിൽ ഇൻസ്ട്രുമെന്റേഷൻ പ്ലാൻ എന്ന് പറയുന്നത് അല്ലേ. അതിൽ പഠിക്കേണ്ടത് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതിൽ മനസ്സിലാക്കാൻ നമ്മുടെ ചോദ്യം വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് 2ാമത് നമ്മൾ എഴുതിയത്, പിന്നെ 4ാമത് എഴുതിയത് ഒരു കുറച്ചു ഭാഗവും. എന്താ 2ാമത് എഴുതിയത്? എനിക്ക് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യാൻ എന്തൊക്കെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണണം. അപ്പൊ ഏതൊക്കെ ടൂള് നമ്മൾ ഉപയോഗിക്കും? ആ 6 ടൂളുകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. 1ാമത്തത് ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ സിമ്പിൾ ആണ്, ഇതൊക്കെ പഠിക്കാൻ. ഏത് ടൂൾ ഉപയോഗിക്കണം? എനിക്ക് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കാം. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എന്താ? അതെ, റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് അതിന്റെ ഡൈമെൻഷൻ കൂടുതലാണ് അല്ലെ. റിസർച്ച് ഡിസൈനിലെ ഒരു വലിയ വൃത്തം വരച്ചാൽ ആ വലിയ വൃത്തത്തിനകത്തെ പിന്നീടുള്ള ഒരു ചെറിയ വൃത്തമാണ് ഈ പറയുന്ന റിസർച്ച് ഇതെന്ന് പറയുന്നത്. എല്ലാം ഉൾക്കൊള്ളും, പക്ഷെ അതിനെ വേർതിരിച്ചതേ ഉള്ളൂ. അത് ക്വസ്റ്റ്യനെയർ ആണ് 1ാമത് അല്ലേ. എന്താ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. എ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ എ സിസ്റ്റമാറ്റിക് കമ്പൈലേഷൻ. സിസ്റ്റമാറ്റിക് കമ്പൈലേഷൻ, ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു എന്ത്? ക്വസ്റ്റ്യൻസ്. സിസ്റ്റമാറ്റിക് കമ്പൈലേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്. എന്തിന്? ദാറ്റ് ആർ സബ്മിറ്റഡ്. അത് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. സബ്മിറ്റഡ് ആർക്ക് കൊടുക്കണം? ടു ദ സാമ്പിളിംഗ് പോപ്പുലേഷൻ. സാമ്പിളിംഗ് പോപ്പുലേഷൻ, നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ ആയി എടുത്ത അവർക്ക് കൊടുക്കാൻ. ഫ്രോം വിച്ച്, അതിൽ നിന്നാണ് ഇൻഫർമേഷൻ ഈസ് ഡിസൈർഡ്. നാം ആഗ്രഹിക്കുന്ന ഇൻഫർമേഷൻ വരേണ്ട ഈ സാമ്പിളിംഗ് പോപ്പുലേഷൻ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാറ്റിക് ആയി അടുക്കി വെച്ച കുറച്ച് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ. 2 തരം ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കും.
ഓപ്പൺ ക്വസ്റ്റ്യനെയർ എന്ന് വെച്ചാൽ ചോദ്യം കൊടുത്തതിന് ശേഷം ഉത്തരം എഴുതാൻ അയാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഒരു ലൈന് കൊടുത്തിട്ടുണ്ടാവും. അയാൾക്ക് എന്തോ ആകാം, അയാൾക്കൊരു ഫ്രീഡം ഉണ്ട് ആ ക്വസ്റ്റ്യനകത്ത്. രണ്ടാമത്തതാണ് ക്ലോസ് എൻഡഡ്. അയാൾക്ക് എല്ലാം പറയാൻ പറ്റുകയില്ല. അവിടെ 2 ഉത്തരമുണ്ട്, അതിലേതെങ്കിലും ഒന്ന് അയാൾ തിരഞ്ഞെടുക്കണം, യെസ് ഓർ നോ. അയാൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യമില്ല. നമ്മൾ കൊടുത്ത ആ ക്വസ്റ്റ്യനെയറിലെ ആ ഉത്തരം അയാൾ സെലക്ട് ചെയ്യാൻ അയാൾ നിർബന്ധിതനാണ്. അവ 2 തരം ക്വസ്റ്റ്യനെയറാണ് സിമ്പിളാണ്, ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ട് ഇങ്ങനെ അതിനെ പറയാം. ദ മോസ്റ്റ് യൂസ്ഡ് ആൻഡ് മോസ്റ്റ് അബ്യൂസ്ഡ് ടൂൾ എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചതും ഏറ്റവും കൂടുതൽ നമ്മൾ അബ്യൂസ് ചെയ്തതും മോശപ്പെടുത്തിയതും ഈ ക്വസ്റ്റ്യനെയറിനെയാണ്. രണ്ടാമത്തത്, ചിലതൊന്നും ക്വസ്റ്റ്യനെയർ വെച്ചാൽ സത്യം പുറത്തു വരില്ലല്ലോ. അല്ലെ, ക്വസ്റ്റ്യനെയറിന് അത്ര പഞ്ചുണ്ട് എന്നൊന്നും നമ്മൾ ധരിക്കുന്നില്ല. ചിലതൊക്കെ വരും, പക്ഷെ എല്ലാം വരണമെന്നില്ല. അങ്ങനത്തെ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാമോ? A questionnaire is a systematic compilation of questions that are submitted to the sampling population from which information is desired. അപ്പൊ എന്താ? ഇനി രണ്ടാമത്തതാണ് ഒപ്പീനിയനർ. ഒപ്പീനിയൻ എന്ന് എഴുതിയിട്ട് നമ്മൾ ക്വസ്റ്റ്യനെയറിലെ NAIRE ഒപ്പീനിയനർ. ഒപ്പീനിയനർ എപ്പോഴാണ് നമ്മൾ ഒപ്പീനിയനർ ഉപയോഗിക്കുക? ക്വസ്റ്റ്യനെയറിൽ നമുക്ക് ആകെ കിട്ടുന്നത് ബേസിക് ആൻഡ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ. ബേസിക് ആയ അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫോർമേഷൻ മാത്രമേ ക്വസ്റ്റ്യനെയറിൽ കിട്ടുള്ളൂ. അത് പോരാതെ ഗ്രേറ്റർ ഇൻസൈറ്റ് under consideration, greater insight consideration, നമ്മുടെ പരിഗണനയിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ റിസർച്ചിലുള്ള ആഴത്തിലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ക്വസ്റ്റ്യനെയർ പോരാ, ഒപ്പീനിയനർ വേണം. ഒന്നുകൂടെ ആഴത്തിൽ ഡാറ്റ വേണമെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ പ്ലാനിന്റെ സബ് ഹെഡിങ് ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ, അതാണ് നമ്മൾ പഠിക്കുന്നത്, ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ. അപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ പ്ലാനിൽ നമ്മൾ 4 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. ഇൻസ്ട്രുമെന്റേഷൻ പ്ലാനിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മനസ്സിൽ കരുതണം, എങ്ങനെയാണ് ഡാറ്റ സെലക്ട് ചെയ്യേണ്ടത്, ഏതുപയോഗിച്ചാണ് ഈ ഡേറ്റ ഉണ്ടാവേണ്ടത്, കിട്ടേണ്ടത്. അപ്പോ ഈ ഡാറ്റ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ, അതാണ് ഇപ്പൊ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ. യെസ് ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ. അതിൽ ഒന്നാണ് ക്വസ്റ്റ്യനെയർ. നമ്പർ 2 ഒപ്പീനിയനർ. അതെന്തിനാണെന്നും പഠിച്ചു. മൂന്നാമത്തേതാണ് ചെക്ക് ലിസ്റ്റ്. എന്താ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാ? ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് കുറെ സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്ത് അയാളുടെ അഭിപ്രായത്തെ വെരിഫൈ ചെയ്യാൻ യെസ് ഓർ നോ എന്ന് എഴുതിയിരിക്കും. അല്ലെ? ഇതിനെയാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയാം. ചെക്ക്
ചെക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ചെക്ക് ചെയ്യുന്ന ലിസ്റ്റ് അല്ലേ? നമ്മൾ ആദ്യമേ കണ്ടിട്ടുണ്ടാകും ഇദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഇന്നത് കിട്ടാൻ നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. ഇതിൽ നിന്ന് അയാൾ പറയേണ്ടി വരും യെസ് ഓർ നോ. ഇതിനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയാം അല്ലേ? വളരെ സിമ്പിൾ ആണത്, ചെക്ക് ലിസ്റ്റ് ഉണ്ടാവുക. നാലാമത്തേതാണ് ഷെഡ്യൂൾ. ഷെഡ്യൂൾ ഉണ്ടാവും. എന്താ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ? അതെ, ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല് when a researcher is using, ഒരു റിസർച്ചർ യൂസ് ചെയ്യേണ്ടി വരുമ്പോ a set of questionnaire for interview purpose, it is known as a schedule. മറക്കരുത്, ഡാറ്റ കളക്ഷന്റെ ഇന്റർവ്യൂവിന് പോകുമ്പോ അയാളെ കയ്യിലുണ്ടാകുന്ന a set of questions 10 ഏരിയകളിൽ ഒരാൾക്ക് ചോദ്യം ചോദിക്കണമെങ്കിൽ 10 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. ഈ 10 സെറ്റും കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. When a researcher is using a set of questionnaires for interview purpose, it is known as schedule. ഷെഡ്യൂൾ ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഇനി നാലാമത്തേതാണ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാല് അത് നമുക്കറിയാം, കണ്ടുപിടിക്കുന്നതാണ് ഇൻവെൻഷൻ എന്ന് പറയാം. ഇൻവെന്ററി കണ്ടുപിടിക്കുന്നത് അല്ലേ? അതെ, അതെന്താണത്? ഇൻവെന്ററി എന്ന് പറഞ്ഞാല് ഒരു ചോദ്യവും അതിന്റെ താഴെ കുറെ ഉത്തരവ് കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് അപ്ലിക്കബിൾ ആകുന്നത് അതിനകത്തൊക്കെ ടിക്ക് അടിക്കാം. അപ്പൊ അത് ഇൻവെന്ററി ആവും അല്ലേ? ചോദ്യം അതിനകത്തുണ്ട്, ഉത്തരം അതിനകത്തുണ്ട്. പക്ഷെ ഉത്തരത്തിന് കുറെ ഉത്തരങ്ങൾ ഉണ്ടാവും. ഇതിൽ ഏതൊക്കെ ഉത്തരമാണ് അയാൾക്ക് അപ്ലിക്കബിൾ ആകുന്നത് അതിലൊക്കെ അയാൾക്ക് ടിക്കിടാനുള്ള ഒരു കോലത്തിലാണ് ഏതാണ് പറയേണ്ട പോലെ ഇൻവെന്ററിയാ. INVENTORY ഇൻവെന്ററി അല്ലേ? അതെ അതെ, എസ് ശിവകാമി എഴുതിയിട്ടുണ്ട്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും, അതിലിങ്ങനെ കുറെ ഉത്തരങ്ങൾ ഉണ്ടാവും, അതെല്ലാം ഇങ്ങനെ ടിക്കടിക്കാൻ പറ്റും അല്ലേ? അടുത്തത് അഞ്ചാമത്തതാണ് റേറ്റിംഗ് സ്കെയിൽസ്. റേറ്റിംഗ് സ്കെയിൽസ് അല്ലേ? സ്കെയിലുകൾ, അളക്കുന്ന സാധനം. റേറ്റിംഗ് സ്കെയിൽ, RATING, റേറ്റിംഗ് സ്കെയിൽ. യെസ്, റേറ്റിംഗ് സ്കെയിൽ, റൈറ്റ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുക? അപ്പൊ നമ്മൾ പറയല്ലേ അല്ലേ? അതെ, ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, നമ്മൾ അങ്ങനെയല്ലേ പറയാം, ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. അതൊരു സ്കെയിലാണ്, അളക്കുന്ന സാധനമാണ്. യെസ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ. അതിന്റെ എന്താന്ന് വെച്ചാല് ഈ റേറ്റിംഗ് സ്കെയിൽ അതെന്താണ് അളക്കുന്നത് യഥാർത്ഥത്തിൽ? ദ ഡിഗ്രി, അതിന്റെ അളവ് അളക്കും, ഡിഗ്രി അളക്കും. ഇന്റൻസിറ്റി, അതിന്റെ ഗൗരവം അളക്കും. ആൻഡ് ഫ്രീക്വൻസി, അതിന്റെ ഫ്രീക്വൻസി അളക്കും. ഇത് മൂന്നും അളക്കാൻ നമുക്ക് റേറ്റിംഗ് സ്കെയിൽ ഉപയോഗിക്കാം. എന്തൊക്കെ അളക്കും? ഡിഗ്രി. എങ്ങനെ ഡിഗ്രി അളക്കാം? അപ്പൊ ആറ്റിറ്റ്യൂഡ് സ്കെയിലിന്റെ നിങ്ങൾ നോക്കി, ആറ്റിറ്റ്യൂഡ് സ്കെയിലിന്റെ ഡിഗ്രി അളക്കുന്നതാണെങ്കിൽ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. നെഗറ്റീവ്, മോഡറേറ്റ് ആൻഡ് പോസിറ്റീവ് അല്ലേ? സ്കൂളുകളിൽ ടെക്നോളജി ഉപയോഗിക്കുന്നതിന് ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് അളക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് സ്കെയിലിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തൂടെ? നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ്, മോഡറേറ്റ് ഓർ നെഗറ്റീവ്.
അത് അതിന്റെ ഡിഗ്രിയാണ് അളക്കുന്നത്. രണ്ടാമത് ഇതിൽ തന്നെ ഇന്റൻസിറ്റി അളക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കാം. എങ്ങനെ? അഗ്രി, അല്ലേ, ഡിസഗ്രി, സ്ട്രോങ്ലി അഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. അത് അളക്കുന്നത് അതിന്റെ ഇന്റൻസിറ്റിയാണ്. ഇനി ഫ്രീക്വൻസി അളക്കാം. നെവർ, സംടൈംസ്, ഓൾവേസ്. ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ റേറ്റിംഗ് സ്കെയിൽ അളക്കുന്നത് അതിന്റെ ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി, ഇന്റൻസിറ്റി, ഡിഗ്രി. ഇത് മൂന്നും അളക്കാൻ വേണ്ടി നമ്മൾ സ്കെയിലുകൾ ഉപയോഗിക്കും. സൈക്കോളജിയിലൊക്കെ നമ്മൾ അതാണ് ഉപയോഗിക്കുക, ഫ്രീക്വൻസി. അതെ, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് ഉദാഹരണമായിട്ട് കുട്ടികളിലെ ഈ മദ്യം ഉപയോഗിക്കുന്നതിന്റെ മദ്യം ഉപയോഗിക്കാൻ വേണ്ടി അതിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്കെയിൽ ഉണ്ടാക്കി. ആ സ്കെയിൽ ഉണ്ടാക്കിയപ്പോ നമ്മള് കുട്ടികളുടെ മനസ്സറിയാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും? കള്ള്, അല്ലെ, ഇത് എത്ര ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ താഴെ നമ്മൾ കൊടുക്കും ഓൾവേസ്, എപ്പോഴും കുടിക്കാനാണ് ഇഷ്ടം. നെവർ, ഒരിക്കലും കുടിക്കാൻ ഇഷ്ടമില്ല, അല്ലേ. പിന്നെയോ ഓൾവേസ്, നെവർ ആൻഡ് സംടൈംസ്, കിടക്കോ കുടിക്കാം. അപ്പൊ അതിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ അളക്കുന്നത്. അപ്പോ ഡിഗ്രി, ഇന്റൻസിറ്റി, ഫ്രീക്വൻസി, ഇത് മൂന്നും അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് റേറ്റിംഗ് സ്കെയിൽ. ആറാമത്തതാണ് ടെസ്റ്റ്. ടെസ്റ്റുകൾ കൊടുക്കും. സൈക്കോളജിയിലും എഡ്യൂക്കേഷനിലുമാണ് ഇൻവെന്ററി. ഇൻവെന്ററി എന്തിനാണ് എന്നാണ് ഒരാൾ ചോദിച്ചത്. ഇൻവെന്ററി എന്തിനാണെന്ന് ചോദിച്ചാല് ഒരാൾക്ക് ഒരു കാര്യം തീരുമാനിച്ചതിൽ അതിന്റെ പിറകിൽ ഒരു കാരണമായിരിക്കില്ല, ഒരുപാട് കാരണം. ഉദാഹരണത്തിന് ഞാന് ടീച്ചേഴ്സിന് വേണ്ടി ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പൊ ഹാൻഡ് ബുക്ക് ഉണ്ടാക്കാൻ പോകുമ്പോൾ എനിക്ക് അതിന്റെ ഭാഷ ഡിസൈഡ് ചെയ്യണം. ഇതിന്റെ ഭാഷ മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ? അത് നിശ്ചയിക്കണമെങ്കിൽ ഞാൻ ആദ്യം ചെല്ലേണ്ടത് ഒരു ഇൻവെന്ററിയുമായിട്ട് ഞാൻ പോകണം. എന്തിന്? ടു ഫിക്സ് ദ ലാംഗ്വേജ് ഓഫ് ദ ഹാൻഡ് ബുക്ക്, അല്ലേ? അതല്ലെങ്കിൽ ഹാൻഡ് ബുക്ക് വേണ്ടത് പുസ്തക രൂപത്തിലാണോ അതോ കമ്പ്യൂട്ടറിൽ വേണോ എന്നറിയാൻ വേണ്ടി ഞാൻ പോവാണ്. കമ്പ്യൂട്ടറിൽ ഇ ബുക്ക് വേണോ, ഹാൻഡ് ബുക്ക് വേണോ, അതോ പേപ്പറിൽ ഹാൻഡ് ബുക്ക് വേണോ? ഇത് ഞാൻ പോവുകയാണെങ്കിൽ ഐ ലൈക്ക്, അല്ലേ, എനിക്കിഷ്ടമാണ് എന്ത്? ഐ ലൈക്ക് ദ ഹാൻഡ് ബുക്ക് ഇൻ പേപ്പർ പ്രിന്റ്. പേപ്പർ പ്രിന്റിൽ വേണം എന്ന് എഴുതിയതിന് ശേഷം അതിന്റെ താഴെ എഴുതും I am more comfortable with paper reading. I am accustomed to paper reading. I am technophobic. For a serious subject, paperback is very good. ഇങ്ങനെ തുടങ്ങി ഒരു ചോദ്യത്തിന് കുറെ സാധനങ്ങൾ കൊടുക്കും. അപ്പൊ അയാൾ അത് തീരുമാനിക്കാൻ അയാൾക്ക് കുറെ കാരണം ഉണ്ടാവും. ആ കാരണങ്ങളെല്ലാം അറിയാൻ അങ്ങനത്തെ ഒരവസ്ഥ, ക്രിട്ടിക്കൽ അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഇൻവെന്ററി ഉപയോഗിക്കുക. കുറെ ഓപ്ഷനുകൾ അയാൾക്ക് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻ എന്ന് പറയുന്നത് റിസർച്ചർ ഡിസൈൻ ചെയ്തതായിരിക്കും. എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അതിനപ്പുറത്തുള്ള ഒരു കാരണം അയാൾക്ക് കണ്ടെത്താനും കഴിയില്ല. അപ്പോഴാണ് നമ്മൾ ഇൻവെന്ററി ഉപയോഗിക്കുന്നത്. I think it's clear. Yes. ഇനി ടെസ്റ്റുകളാണ്. അത് എഡ്യൂക്കേഷണൽ റിസർച്ചിലും സൈക്കോളജിക്കൽ റിസർച്ചിലും നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളുണ്ട്. പ്രധാനമായും 3 ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഒന്ന്, എഡ്യൂക്കേഷണൽ ഓർ
diagnostic test. Educational or diagnostic test. ഡയഗ്നോസ് ചെയ്യുന്ന ടെസ്റ്റുകൾ. രണ്ടാമത്തേതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. വ്യക്തിത്വത്തെ കണ്ടുപിടിക്കാൻ ഉണ്ടാക്കുന്ന ടെസ്റ്റുകൾ, പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ. മൂന്നാമത്തേതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ, അഭിരുചി അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെ. ഇനി ഒരു രണ്ട് മൂന്ന് കാര്യം കൂടെ പറയുമ്പോഴേക്കും നമ്മുടെ സമയം അവസാനിക്കും. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ടെസ്റ്റുകളുടെ എന്തിനായിരുന്നു ടെസ്റ്റുകള്? ഏതാ പറഞ്ഞ ടെസ്റ്റുകള് അതെന്തിനായിരുന്നു? മൂന്നെണ്ണം പറയണോ? ഒന്ന് എഡ്യൂക്കേഷണൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. എന്താ എന്ത് ടെസ്റ്റ് ചെയ്യാനായിരുന്നു ഇത്, ഈ മൂന്ന് ടൈപ്പ് ടെസ്റ്റുകള്? അതായത് ഒന്ന്, വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന പഠന വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ. പിന്നെ കുട്ടികളുടെ മാനസികാവസ്ഥയും പ്രയാസങ്ങളും പഠിക്കാനാണ് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ഉപയോഗിക്കുക. അയാൾ എങ്ങനത്തെ പേഴ്സണാലിറ്റിയാണ്, മാനസിക പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം അറിയാൻ വേണ്ടി നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ഉപയോഗിക്കും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഇപ്പോ +2 കഴിഞ്ഞതിന് ശേഷം ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. എന്താ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക? ഞാൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏതിലേക്ക് പോകണം എന്ന് കുഞ്ഞുങ്ങൾക്ക് അറിയാതെ വരും. ആ സമയത്ത് നമ്മൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കും. അവന്റെ അഭിരുചി ഏതിലാണ് അവന് അഭിരുചി ഉള്ളത്, ആർട്സ് ആണോ, സയൻസ് ആണോ, എഞ്ചിനീയറിംഗ് ആണോ, മെഡിസിൻ ആണോ, ഇതൊക്കെ അറിയാവുന്ന ടെസ്റ്റുകൾ. അങ്ങനത്തെ ടെസ്റ്റുകളെയാണ് നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയാം. ഇനി ഈ ടെസ്റ്റുകളൊക്കെ ഈ പറയുന്ന ടൂളില്ലേ, ഏതൊക്കെ നമ്മൾ പഠിച്ച ടൂളുകൾ? ക്വസ്റ്റ്യനെയർ, ഒപ്പീനിയനർ, ചെക്ക് ലിസ്റ്റ്, ഷെഡ്യൂൾ, ഇൻവെന്ററി, റേറ്റിംഗ് സ്കെയിൽ, ടെസ്റ്റ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ തന്റെ രോഗികളുടെ നെഞ്ചത്ത് സ്റ്റെതസ്കോപ്പ് വെക്കുമ്പോൾ എല്ലാം മനസ്സിലാകുന്നതായിരിക്കും. ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും എല്ലാം മനസ്സിലാകും. ഇതേപോലെയാണ് നമ്മൾ കൊടുക്കുന്ന ടൂളില് സാമ്പിളിൽ നമ്മൾ എന്താണോ പരിശോധിക്കാൻ പോകുന്നത് അതെല്ലാം കൃത്യമായി വെളിപ്പെടുന്നതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകൾ. ഇത് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കണം. ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കണം, ഒപ്പീനിയൻ നമ്മൾ ഉണ്ടാക്കണം. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോ ഇതിലെങ്ങാനും മൈന്യൂട്ട് എറർ സംഭവിച്ചാൽ, ഒരു സ്റ്റെതസ്കോപ്പ് വെച്ച് ഡോക്ടർ നെഞ്ചിൽ വെച്ച് പരിശോധിക്കുമ്പോ അതിനകത്ത് ഒരു വയറ് ശരിക്കും ഇളകി കിടന്നാൽ അയാൾക്ക് കേൾക്കുന്ന ഈ ഹൃദയത്തിന്റെ ശബ്ദം വേറെ ആയിരിക്കും. അപ്പൊ അയാൾ വിചാരിക്കും ഇത് വേറെന്തോ രോഗമാണെന്ന്. അതിനയാള് വേറെ ഏതോ മരുന്ന് കുറിക്കും. അവസാനം അയാൾക്ക് വലിയ അപകടത്തിൽ അയാൾ പെടും. അപ്പൊ വളരെ സൂക്ഷ്മതയോടുകൂടെയാണ് നമ്മൾ എന്ത് നിർവഹിക്കേണ്ടത്? ഈ ടൂളുകളുടെ കൺസ്ട്രക്ഷനിൽ അപാരമായ അമേസിംഗ് കപ്പാസിറ്റി ഓഫ് ദ റിസർച്ചർ. അയാളുടെ കപ്പാസിറ്റി ശരിക്കും റിഫ്ലക്ട് ചെയ്യണം. ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് ഞാൻ അറിയേണ്ട സാധനത്തെ ശരിക്കും അയാൾ ഈ പാർട്ടിസിപ്പന്റ് പോലും അറിയാതെ ഇങ്ങോട്ട് പുറത്തെടുക്കും അല്ലേ? ഇനി നമ്മൾ അതിന്റെ കാഠിന്യം അറിയാൻ സാധാരണ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുമായി ചില ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇനി അതൊന്നും മുകളിൽ എഴുതിക്കേ. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ബാക്കിയുള്ള എല്ലാ ടൂളുകളും എത്ര കണ്ട ആഴത്തിൽ നമ്മൾ ഉണ്ടാക്കണം എന്നറിയണമെങ്കിൽ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയും അല്ലേ? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ
പ്രശ്നങ്ങൾ പഠിക്കാനും അറിയാനും വേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പരീക്ഷയാണ്, ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. നമ്പർ 1 ആദ്യം സംഭവിക്കുന്നത് എഴുതിക്കോ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ഇട്ടിട്ട് ആ ടൂൾ ഉപയോഗിക്കുമ്പോൾ നടക്കുന്ന സാധനമാണ് നാം പറയുന്നത്. ഒന്ന്, ഡയഗ്നോസിസ്. ആദ്യം ആ ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നടക്കുന്ന സാധനം ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് എന്താ? ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൽ എഴുതാം, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ലേണിംഗ് പ്രോബ്ലംസ്. ആ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിന്റെ ഉത്തരം വാങ്ങുമ്പോഴേക്കും റിസർച്ചർക്ക് മനസ്സിലായി, ഐഡന്റിഫൈ ചെയ്തു എവിടെയാണ് കുട്ടിയുടെ ലേണിംഗ് പ്രോബ്ലം കിടക്കുന്നത്, ഡയഗ്നോസ് ചെയ്തു. രണ്ടാമത്തേത്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നടക്കേണ്ട സാധനമാണ് എസെൻഷ്യൽസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അതാണ് നമ്മൾ പറയുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടാവണം? ഒന്ന്, ഡയഗ്നോസിസ് നടക്കും. 2, പ്രോഗ്നോസിസ്. PROGNOSIS. പ്രോഗ്നോസിസ്. ഡൗട്ട് ചോദിച്ചോട്ടെ സാർ, നമ്മുടെ ഈ ടെസ്റ്റുകൾ നമ്മൾ എന്ത് ടോപ്പിക്കിനെ ബേസ് ചെയ്താണ് സാർ നമ്മൾ ഇപ്പൊ ടെസ്റ്റുകൾ പറയുന്നത്? ഇപ്പൊ ഉദാഹരണമായിട്ട് കെമിസ്ട്രി പഠിക്കാൻ ചില കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാവും, ചില കുട്ടികൾക്ക് മാത്സ് പഠിക്കാൻ പ്രശ്നം ഉണ്ടാവും, എന്നാൽ ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിരിക്കും പ്രശ്നം. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റിനകത്ത് എന്തൊക്കെ എലമെന്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പറയുന്നത്. സാർ, ഞാൻ അതല്ലായിരുന്നു ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ സ്റ്റെപ്സ് ആണല്ലോ നോക്കുന്നേ. അതെ. അപ്പം ഓക്കെ, ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷൻ ആണോ സാർ ഈ ടെസ്റ്റുകള്? അതാണോ സാർ പറഞ്ഞേ? അതെ, ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷനില് നമ്മളിപ്പോ പറഞ്ഞതാണ് ഈ ടെസ്റ്റുകൾ അല്ലേ? ഓക്കെ സാർ. അല്ലേ? അതിലൊന്നാണ് ഇപ്പൊ ഈ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടെസ്റ്റ് നടത്തുമ്പോ എന്തൊക്കെ അതിൽ നടക്കും എന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ ഒരു ക്വസ്റ്റ്യനെയർ പിന്നെ എടുത്താലും അതിനകത്ത് എന്തൊക്കെ നടക്കും, ഒപ്പീനിയനർ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, അതിന്റെ ആഴം പറയാൻ നമ്മൾ ഒന്ന് മാത്രം പറയാൻ ടെസ്റ്റുകൾ എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന്റെ ആ എസെൻഷ്യൽസ് പറഞ്ഞത്. ഒന്ന്, ഡയഗ്നോസിസ്. ഈ ചോദ്യം കൊടുക്കുന്ന സമയത്ത് കുട്ടിയുടെ ലേണിംഗ് പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയും. 2, ആ ക്വസ്റ്റ്യനിലൂടെ സംഭവിക്കുന്നത്, ടെസ്റ്റിലൂടെ സംഭവിക്കുന്നത് പ്രോഗ്നോസിസ് ആണ്. പ്രോഗ്നോസിസ് മീൻസ് prediction of the reason of the problem. Prediction of the reason of the learning problem. ഇന്ന പ്രശ്നം ഉണ്ടാവാൻ ഇതായിരിക്കാം കാരണം എന്ന് പ്രഡിക്റ്റ് ചെയ്യും. ഈ കുഞ്ഞിന് മാത്സ് പഠിക്കുന്നതിൽ പ്രശ്നമുണ്ടാവാനുള്ള റീസൺ ഇതായിരിക്കുമെന്ന് ആ ടെസ്റ്റ് പ്രഡിക്റ്റ് ചെയ്യണം. 3, ഐഡന്റിഫിക്കേഷൻ ആ ക്വസ്റ്റ്യനിലൂടെ നടക്കും, ആ ടെസ്റ്റിലൂടെ നടക്കും. എന്താ ഐഡന്റിഫിക്കേഷൻ? മാപ്പിംഗ് ദ സിംറ്റംസ് അല്ലേ? അവന്റെ ഈ പ്രശ്നത്തിന്റെ ഇത് മാപ്പ് ചെയ്യും. ചിലപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ പറയാൻ പറ്റും അവന് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ല, ആകെ പ്രശ്നം അതാണ്. അപ്പൊ ടേബിള് മാത്രം പഠിച്ചാൽ മതി, അവന്റെ ഈ മാത്തമാറ്റിക്കൽ പ്രശ്നമൊക്കെ തീരും. പക്ഷെ ആ ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മൾ, ആ ടെസ്റ്റിൽ നിന്നാണ് നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, മാപ്പിംഗ് ദ സിംറ്റംസ്. 4, ഇന്റിമേഷൻ. എന്താ ഇന്റിമേഷൻ എന്ന് പറഞ്ഞാല്? ഇന്റിമേഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ അറിയിക്കും. എന്തറിയിക്കും?
it signals. അത് സിഗ്നൽ ചെയ്യും. എന്ത് സിഗ്നൽ ചെയ്യും? The measures. എന്താണ് ചെയ്യേണ്ടത് എന്ന്. It signals the measures for the symptoms. തെളിഞ്ഞു വന്ന ഇതിന് നമ്മൾ ഏത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്ന് അത് ഇന്റിമേറ്റ് ചെയ്യും. 5 elimination. That is removal of the problem. എങ്ങനെയാണ് ഈ പ്രശ്നത്തെ എന്നേക്കുമായി എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്ന സൂചനകൾ അതിന് കിട്ടും. 6 remediation. That is giving remedial measures. എന്ത് remedial measures ആണ് കൊടുക്കേണ്ടതെന്ന് 7 acceleration. That is 5th one elimination. Removal of the problem. ഈ പ്രോബ്ലത്തെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നത് അറിയിക്കും. Remediation, giving the remedial measures. അതിലെ ഓരോ ഉത്തരങ്ങളും അതിന്റെ remedial measures നമുക്ക് പറഞ്ഞു തരും. 7th one, acceleration. That is learning capacity is increased. ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ അയാളുടെ ലേണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം. 8th, the last, enhancing the quality of learning. Enhancing the quality of learning. The quality of learning. Third point, identification, mapping the symptoms. അപ്പൊ ഇത് കേൾക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഒരു ടൂൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് വളരെ എളുപ്പത്തിൽ അവിടുന്ന് ഇവിടുന്നും ചില സ്റ്റേറ്റ്മെന്റും ക്വസ്റ്റ്യനും ഒക്കെ എടുത്ത് അടുക്കി പെറുക്കി വെക്കണേനല്ല പറയാം. ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു റിസർച്ച് ടൂൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് ചോദ്യം കൊടുത്തിട്ട് അതിന്റെ ഉത്തരം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്കിത് ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടണം. 8th one, enrichment. Elimination, remediation, acceleration. Yes, enhancing the quality of it. Very good. അപ്പൊ അത്ര ആളുള്ളതാണ് ആ സാധനം. ഇനി ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. നിങ്ങൾ ആ ചോദ്യം എഴുതിക്കുക. ഒരു ചെറിയ enhancing the quality of learning. Enhancing the quality of learning. ഇനി ഒരു ചോദ്യം. എന്താ ചോദ്യം? Another name of, ഒന്ന് എഴുതി നോക്കിയേ. Another name for A Likert scale എന്നും പറയും. LIKERT. Likert scale is another name of Likert scale is A. ഉത്തരമാണ് A. Interview protocol. B. Ranking. C. Summated. 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 Rating scale.
D, event sampling. Event sampling. Event sampling. ഇതിന്റെ ഉത്തരം അറിയോ ആർക്കെങ്കിലും? സി അല്ലെ? അതറിയാം. അതെ, എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പറയാം. ലിക്കർട്ട് സ്കെയിൽ എന്ന് പറഞ്ഞാല് 5 പോയിന്റ് സ്കെയിൽ എന്നാണ് പറയാ. 5 പോയിന്റ് സ്കെയിൽ, 5 പോയിന്റ് ഉള്ള ഒരു സ്കെയിലാണത്. ലിക്കർട്ട് എന്ന് പറയുന്ന ഒരാളാണ് ഇത് യഥാർത്ഥത്തിൽ റിസർച്ചിൽ അതിന്റെ ഇമ്പോർട്ടൻസ് കാണിച്ചത്. 3 പോയിന്റ് സ്കെയിൽ ആവാം, 5 പോയിന്റ് ആവാം, 7 പോയിന്റ് ആവാം അല്ലേ? 5 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഒന്നാമത്തെ ഭാഗത്ത് സ്ട്രോങ്ലി അഗ്രി, 2 ഡിസഗ്രി, 3 അൺഡിസൈഡഡ് ഓർ ന്യൂട്രൽ, 4 അഗ്രി, 5 സ്ട്രോങ്ലി അഗ്രി. ഇങ്ങനെ 5 പോയിന്റ് സ്കെയിലിൽ, പിന്നെ ഇപ്പോ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ ആണെങ്കിൽ ഇതേപോലെ 5 സ്കെയിൽ വെക്കുന്നതിന് ലിക്കർട്ട് സ്കെയിൽ എന്ന് പറയും. അതിന്റെ മറ്റൊരു പേരാണ് സമ്മേറ്റഡ് റേറ്റിംഗ് സ്കെയിൽ. അത് കാണാതൊക്കെ പഠിച്ചാൽ മതി. ലിക്കർട്ട് സ്കെയിൽ ഈക്വൽ സമ്മേറ്റഡ് സ്കെയിൽ എന്നോ സമ്മേറ്റഡ് റേറ്റിംഗ് സ്കെയിൽ ഓർ റേറ്റിംഗ് സ്കെയിൽ, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പൊ അത് മറക്കരുത്. ഇനി 2 കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്ന്, അത് 2 കാര്യങ്ങളിൽ ഒന്ന്, ഇപ്പൊ നമ്മൾ ടൂള് പറഞ്ഞില്ലേ, ഡാറ്റ കളക്ഷന്റെ ടൂൾസ് ആണ് നമ്മൾ ഇപ്പൊ പറയും. ഇതൊക്കെ ഉപയോഗിക്കാം. ഒരു ടൂൾ ഉണ്ടാക്കുമ്പോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച് ടൂൾ 3 ഉള്ളൂ. ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് റിസർച്ച് ടൂൾ, ഒരു റിസർച്ച് ടൂളിന്റെ സവിശേഷത, അത് നല്ലതാണ് എന്ന് നമുക്ക് എപ്പോ പറയാം. എന്തുണ്ടാകുമ്പോൾ ഉണ്ടാക്കിയ റിസർച്ച് ടൂള് നല്ലതാണെന്ന് പറയാം? ഒന്നാമത്തത്, റിസർച്ച് ടൂളിന്റെ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് വാലിഡിറ്റി. വാലിഡിറ്റി. നമ്മള് റിസർച്ച് ടൂൾ ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് എഴുതണം. അത് മുഴുവൻ എഴുതിയതിന് ശേഷം അതിന്റെ റിലയബിലിറ്റിയും വാലിഡിറ്റിയും എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഇതിന് റിലയബിൾ ആണ്, വാലിഡ് ആണെന്ന് പറയണം. അപ്പോഴേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വാലിഡിറ്റി ആണ് വേണ്ടത്. എന്താ വാലിഡിറ്റി വേണ്ടത്? വാലിഡിറ്റിയുടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, അത് കാണാതെ പഠിച്ചേക്കണം. ചില ഡെഫിനിഷനുകൾ ചോദിച്ചിട്ട് ഇത് എന്താണ് എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അങ്ങനെ വരും. ഒരു കാര്യത്തിന്റെ ഡെഫിനിഷൻ ആയിരിക്കും അത്. വാലിഡിറ്റി ഈസ് ആൻ ഇൻസ്ട്രുമെന്റ്. വാലിഡിറ്റി ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് of an ability to measure what it is supposed to measure. Supposed na sir? Supposed. SUPPOSED. Supposed to measure. ഈ ടൂള് കൊണ്ട് എന്താണോ അളക്കാൻ സാധിച്ചത് അത് അളക്കാൻ കഴിഞ്ഞാൽ അതിന് വാലിഡിറ്റി ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞ വാലിഡിറ്റി എന്താണെന്ന് മനസ്സിലാവും. കുഞ്ഞുങ്ങളുടെ സ്പീക്കിംഗ് കപ്പാസിറ്റി അളക്കാൻ വേണ്ടിയിട്ട് ഒരു റിസർച്ചർ സ്കൂളിലേക്ക് പോയി. സ്പീക്കിംഗ് കപ്പാസിറ്റി അളക്കാൻ അയാൾ ഉപയോഗിച്ചത് ഒരു പേപ്പറിൽ 2 ആള് തമ്മിലുള്ള സംഭാഷണം എഴുതിയിട്ട് അതിലിടയിൽ ഡാഷ് ഇടണം. ഇന്നത് ചോദിച്ചപ്പോ ഇന്നത് പറഞ്ഞു. അപ്പൊ അതിന്റെ ഉത്തരം എഴുതണം.
യഥാർത്ഥത്തിൽ സ്പീക്കിംഗ് കപ്പാസിറ്റി അളക്കണമെങ്കിൽ എഴുത്തിലൂടെ സാധിക്കൂല, നേർക്ക് നേരെ ടീച്ചർ ചോദിക്കണം. പക്ഷെ ടീച്ചർ ചോദിക്കുന്നതിന് പകരം എഴുത്തിലൂടെയാണ് അത് അളന്നതെങ്കിൽ ആ ടൂള് വാലിഡ് അല്ല, വാലിഡിറ്റി ഇല്ല. കാരണം അളക്കാൻ എന്താണോ ഉദ്ദേശിച്ചത് അതുകൊണ്ട് അത് അളക്കാൻ പറ്റുകയില്ല എന്നാണ്, വാലിഡിറ്റി ഇല്ല. നമ്പർ 2, റിലയബിലിറ്റി. റിലയബിലിറ്റി അതിന്റെ ഒരു വിശ്വാസ്യതയുണ്ട്. റിലയബിലിറ്റി എന്താ? റിലയബിലിറ്റി എന്ന് പറയാ, ഒരു ക്വസ്റ്റ്യന് റിലയബിലിറ്റി ഉണ്ട് എന്ന് പറയാം. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അത് ചെയ്യിപ്പിച്ചു പിള്ളേരുടെ അടുത്ത്, കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചു, എന്നിട്ട് രണ്ടും തമ്മില് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഏതാണ്ട് അതെ കൺസിസ്റ്റൻസി, ഏതാണ്ട് ഒരേ ഉത്തരവും ഒരേ സ്കോറും വന്നാൽ അതിന് റിലയബിലിറ്റി ഉണ്ട് എന്ന് പറയാം. അപ്പൊ അതിന്റെ നമ്മള് എങ്ങനെ എഴുതും? അതിന്റെ ഉത്തരം ഇറ്റ് മീൻസ് the extent to which a research instrument is dependable, comma, consistent and stable. കൺസിസ്റ്റന്റ് ആയ ഒരു റിസൾട്ട് എപ്പോഴും കിട്ടണം. വലിയ വ്യത്യാസം പറ്റില്ല. വലിയ വ്യത്യാസം ഉണ്ടായാൽ അതിന് റിലയബിലിറ്റി ഇല്ല. മൂന്നാമത്തതാണ് യൂസബിലിറ്റി. അതിന്റെ ആ ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, യൂസബിലിറ്റി. യൂസബിലിറ്റി എന്ന് പറഞ്ഞാല് ആർക്ക് വേണമെങ്കിലും ഈ ടൂൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം നടത്താം. റിസർച്ചർ തന്നെ വേണമെന്നില്ല, വേറെ ആരും ആവാം. അപ്പൊ എങ്ങനെ എഴുതും? The tool can be satisfactorily used by anyone without expenditure of time, money and effect. അപ്പൊ അത് കഴിഞ്ഞില്ലേ? ഇഫക്ട്. ഇഫക്ട്. ഇനി ഒറ്റ കാര്യം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. നമ്മളിപ്പോ എന്താ പറഞ്ഞത്? ഇൻസ്ട്രുമെന്റേഷൻ പ്ലാൻ എങ്ങനെയാവണം എന്നാ പറഞ്ഞത് അല്ലെ? അതില് ഡിസൈഡിങ് ദ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു കളക്ട് ഡാറ്റ, ആ ഭാഗമാണ് വിശദീകരിച്ചത്. അതിൽ അവസാനത്തതാണ് അനലൈസിങ് ദ ഡാറ്റ. ഈ കിട്ടിയ ഡാറ്റ എങ്ങനെ അനലൈസ് ചെയ്യുമെന്ന്. ഇതിന് അനലൈസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ഒരു റിസർച്ചർ ശ്രദ്ധിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: റോങ് സെലക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് പാടില്ല.
wrong selection of statistical method. ചില റിസർച്ചേഴ്സ് മനസ്സിലാക്കിയിട്ടുള്ളത് കടുകട്ടിയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിച്ചാൽ സ്റ്റഡി നന്നാകും എന്ന് ധരിച്ചിട്ട് കടിച്ചാ പൊട്ടാത്ത സാധനം, ആവശ്യമില്ലാത്ത സാധനം, റോങ് സെലക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തത് ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആവശ്യമില്ലാത്ത ടെക്നിക്ക് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചാൽ എന്ത് ചെയ്യും? കിട്ടുന്ന റിസൾട്ട് പൂർണ്ണമായും ഡേഞ്ചറസ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. ട്രൂത്തുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതുകൊണ്ട് പെർസെന്റേജ് അനാലിസിസ് അത് മാത്രം ഉപയോഗിച്ചാൽ തന്നെ റിസർച്ച് നന്നാകും. അത് മാത്രമാണ് വേണ്ടതെങ്കിൽ അത് മാത്രം മതി. മീൻ, മീഡിയം, മോഡ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെറിയ സാധനങ്ങളാ, ഇത് മാത്രം മതി അല്ലേ? അപ്പൊ റോങ് സെലക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്, ഇൻഅപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, ഇത് ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ആകെ പഠിക്കാനുള്ളത് റൈറ്റിംഗ് ദ റിപ്പോർട്ട്. നമ്മുടെ സിലബസിലെ ഒരു വലിയ ഭാഗമാണ് ആ സാധനം. അതിന്റെ ഫോർമാറ്റ് എങ്ങനെ എന്ന്, തിസീസ് എഴുതുന്നതിന്റെ ഫോർമാറ്റ് എങ്ങനെ, പിന്നെ ഇടയിൽ ജനറൽ ആയി റിസർച്ചുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന 2-3 ഏരിയ കൂടെ പറഞ്ഞ് നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കും. ഇനി എന്തായാലും ബുധനാഴ്ച നമുക്ക് 6:30 കാണാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് Thank you, sir. Thank you, sir. Thank you, sir. Yes. Thank you, sir. Yes, Sudhir. Yeah, Joe. Yes, thank you then. Thank you all.